മൂന്നാമത്തെ പോർഷനാണ് ഇനി നമുക്ക് എടുക്കാനുള്ളത്. അംനീഷ്യ ആൻഡ് ദ മീഡിയൽ ടെമ്പറൽ ലോബ്. ഇതിനു മുമ്പ് നമ്മൾ ചർച്ച ചെയ്തു എന്താണ് HM-ന്റെ കേസാണ്. ബ്രെയിൻ സർജറിയും അതുപോലുള്ള അതിനെ ബന്ധപ്പെട്ട് മെമ്മറി ലോസ് വന്ന പേഷ്യന്റിന്റെ കേസ് സ്റ്റഡിയാണ് പറഞ്ഞത്. അതുപോലെ ഇനി അതിൽ വരുന്നതാണ് അംനീഷ്യ ആൻഡ് ദ മീഡിയൽ ടെമ്പറൽ ലോബ്. എങ്ങനെയാണ് അംനീഷ്യ മീഡിയൽ ടെമ്പറൽ ലോബുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് എന്നാണ് പറയുന്നത്. ദ ഇമ്പോർട്ടൻസ് ഓഫ് ദ മീഡിയൽ ടെമ്പറൽ ലോബ് ഇൻ മെമ്മറി ബേസ്ഡ് ഓൺ ദ സ്റ്റഡീസ് ഓഫ് പേഷ്യന്റ് HM ആൻഡ് RP. അപ്പോൾ നമ്മൾ HM-ന്റെ കേസ് ഓൾറെഡി പറഞ്ഞു. എന്താണ് ആരാണ് HM? ഈ HM എന്നുള്ളത് നമുക്ക് ഞാനത് ഇന്നലെ പറഞ്ഞില്ല. ഇപ്പോ നമ്മളെ സ്റ്റഡീസ് റിസർച്ച് ഒക്കെ വരുമ്പോൾ കോൺഫിഡൻഷ്യൽ ആണ്, ആളുകളുടെ പേര് കറക്റ്റ് പറയില്ല. അപ്പൊ അവരുടെ ഇനീഷ്യലും അവരുടെ പേരിന്റെ അതൊക്കെ ചേർത്തിട്ട് ജസ്റ്റ് ഫസ്റ്റ് ലെറ്റേഴ്സ് യൂസ് ചെയ്യുന്നതാണ്. ഈ HM-നെ പോലെ തന്നെ അംനീഷ്യ ബാധിച്ച് തലക്ക് പരിക്ക് വന്നിട്ട് ബ്രെയിനിന് ഡാമേജ് വന്ന ഒരു പേഷ്യന്റ് ആണ് RP. അപ്പൊ ഇവരുടെ രണ്ടുപേരുടെയും സ്റ്റഡി വെച്ചിട്ടാണ് നമ്മളെ മീഡിയൽ ടെമ്പറൽ ലോബിൽ അംനീഷ്യ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളത് നമ്മൾ പറയാൻ പോകുന്നത്. ദ മീഡിയൽ ടെമ്പറൽ ലോബ് വിച്ച് ഇൻക്ലൂഡ്സ് ദ ഹിപ്പോകാമ്പസ് ആൻഡ് സറൗണ്ടിങ് ഏരിയ ഈസ് ക്രിട്ടിക്കൽ ഫോർ ഫോമിങ് ന്യൂ ലോങ് ടേം മെമ്മറീസ്. അപ്പോൾ മീഡിയൽ ടെമ്പറൽ ലോബാണ് നമ്മുടെ മീഡിയൽ ടെമ്പറൽ ലോബിലുള്ള അടങ്ങുന്ന ഏരിയകൾ എന്ന് പറഞ്ഞാൽ അമിഗ്ഡാല, ഹിപ്പോകാമ്പസ്, പിന്നെ എൻറ്റോറിനൽ കോർട്ടെക്സ്, അതുപോലെ പാരാഹിപ്പോകാമൽ ആൻഡ് പെരിഹിപ്പോകാമൽ കോർട്ടിക്കൽ ഏരിയാസിന്റെ സറൗണ്ടിങ്സ് ഒക്കെ ഉൾപ്പെടുന്നതാണ് മീഡിയൽ ടെമ്പറൽ ലോബ് എന്ന് പറയുന്ന. ഓവറോൾ നമ്മൾ ഇന്നലെ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു ആ ഒരു പോർഷൻ. ഈ ഒരു നടുക്കെ കാണുന്ന ഒരു പോർഷനാണ് ഈ മീഡിയൽ ടെമ്പറൽ ലോബ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ പെടുന്ന അവയവങ്ങളാണ് അമിഗ്ഡാല, ഹിപ്പോകാമ്പസ്, എട്രോഹിനൽ കോർട്ടെക്സ്, പിന്നെ സറൗണ്ടിങ്സ് ഓഫ് പാരാഹിപ്പോകാമൽ ആൻഡ് പെരിറൈനൽ കോർട്ടിക്കൽ ഏരിയാസ്. ഇതൊക്കെ പെടുന്നതാണ് നമ്മുടെ മീഡിയൽ ടെമ്പറൽ ലോബ് എന്ന് പറയുന്നത്. അപ്പൊ ഈ മീഡിയൽ ടെമ്പറൽ ലോബ് ഇമ്പോർട്ടന്റ് ആണ്. ഈ ഒരു ചാപ്റ്ററിൽ ഫുള്ളും ഈ മീഡിയൽ ടെമ്പറൽ ലോബിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം ഈ ചാപ്റ്ററിൽ പറയുന്നത് മെമ്മറിനെ ബേസ് ചെയ്തിട്ട് വരുന്ന, മെമ്മറിയുടെ റിലേറ്റ് ചെയ്യുന്ന ബ്രെയിനിന്റെ ഒരു പാർട്ട് ഏതാണെന്ന് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഈ മീഡിയൽ ടെമ്പറൽ ലോബാണ് അതിന്റെ മെയിൻ ഒരു പാർട്ട് എന്ന് പറയുന്നത്. അതിൽ വരുന്ന അതിൽ ഏതൊക്കെ അവയവങ്ങൾ, ഏതൊക്കെ പാർട്ടുകൾ വരുന്നു ഇതിലൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി the case of HM who lost the ability to form new memories after both medial temporal lobes were surgically removed highlighted the importance of these regions. അപ്പോൾ HM-ന്റെ കേസിൽ നമ്മൾ ഇന്നലെ പറഞ്ഞു അദ്ദേഹത്തിന്റെ 2 മീഡിയൽ ടെമ്പറൽ ലോബ്സും റിമൂവ് ചെയ്തിട്ടുണ്ട്. 2 ഭാഗത്തിൽ നടുഭാഗത്തിലുള്ള മൊത്തം ആ മീഡിയൽ ടെമ്പറൽ ലോബ്സ് സർജറി വഴി റിമൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുവഴി അദ്ദേഹത്തിന് എന്തുണ്ടായി? അദ്ദേഹത്തിന് പുതിയ ഇൻഫർമേഷൻസ് സ്റ്റോർ ചെയ്തെക്കാനുള്ള ആ ഒരു ശേഷി നഷ്ടപ്പെട്ടു. കാര്യങ്ങൾ അദ്ദേഹം ആ ഒരു കുറച്ച് സമയത്തിന് അദ്ദേഹത്തിന് സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ടെങ്കിലും അത് ലോങ് ടേം മെമ്മറിയിലേക്ക് മാറ്റാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നില്ല. അപ്പൊ ആ ഒരു കേസ് സ്റ്റഡി കൊണ്ട് തന്നെ നമുക്ക് ഇതിന്റെ ഇമ്പോർട്ടൻസ്, ഈ ഒരു മീഡിയൽ ടെമ്പറൽ ലോബ്സിന്റെ ഇമ്പോർട്ടൻസ് എത്രമാത്രം ഉണ്ട് എന്നുള്ളത് ഈ ഒരൊറ്റ കേസ് സ്റ്റഡി തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഡിസ്പൈറ്റ് ഇംപ്രൂവ്മെന്റ്സ് ഇൻ his epilepsy, HM experienced severe memory problems after the surgery. നമ്മൾ അതും ഇന്നലെ പറഞ്ഞതാണ്. കുറെ കാര്യങ്ങൾ ആവർത്തിച്ചെന്നെ ഇതിൽ വരുന്നുണ്ട് കേട്ടോ. അപ്പൊ അതൊക്കെ ഞാൻ മാക്സിമം ചുരുക്കാം. ഇന്നലെ ക്ലാസ് കേട്ടവർക്ക് ബാക്കിയുള്ള ഭാഗങ്ങള് അത്ര ഒക്കെ കണ്ടിന്യൂഷൻ ആയിട്ട് തന്നെ തോന്നും. കാരണം ഞാൻ അതിന്റെ ഇൻട്രൊഡക്ഷനിൽ അത്യാവശ്യം എല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ബേസിൽ ഇത് തന്നെ ഞാൻ മാക്സിമം ചുരുക്കിയാണെന്ന് പറയുന്നത്. അപ്പോ അദ്ദേഹത്തിന്റെ എപ്പിലെപ്സി എന്നുള്ള ആ ഒരു കണ്ടീഷന് സർജറി വഴി ക്യൂർ ആയെങ്കിലും അദ്ദേഹത്തിന് അതിന്റെ ആഫ്റ്റർ എഫക്ട്സ് ആയിട്ട് സിവിയർ ആയിട്ടുള്ള മെമ്മറി പ്രോബ്ലംസ് സർജറി കഴിഞ്ഞതിന് ശേഷം സംഭവിച്ചിട്ടുണ്ട്. സിമിലർലി പേഷ്യന്റ് RB developed significant memory loss after damage to his hippocampus due to an ischemic episode.
അപ്പോ RB എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേഷ്യന്റ് ഇതുപോലെ തന്നെ നമ്മുടെ HM പോലെ തന്നെ RB എന്നൊരു പേഷ്യന്റിന്റെ മെമ്മറി എന്ത് ചെയ്തു, ലോസ് ആയി. കാരണം അദ്ദേഹത്തിന്റെ ഹിപ്പോ ക്യാമ്പസ് റീജിയന് എന്ത് പറ്റി, ഈ ഐസമിക് എപ്പിസോഡ് എന്ന് പറഞ്ഞാൽ ഇപ്പോ നമ്മുടെ അദ്ദേഹത്തിന്റെ ഹാർട്ടിന്റെ സർജറി നടന്ന സമയത്ത് ബ്ലഡ് സർക്കുലേഷൻ ബ്രെയിനിലേക്ക് കറക്റ്റ് ആയിട്ട് ചെല്ലാത്തത് മൂലം അദ്ദേഹത്തിന്റെ ബ്രെയിനിന്റെ ഒരു ഭാഗത്ത് അത് ആ ഭാഗം ഈ ഹിപ്പോ ക്യാമ്പസ് എന്ന് പറയുന്ന ആ ഒരു പാർട്ട് രക്തത്തിന്റെ കുറവ് കാരണം നശിച്ചു, അതിന് ഡാമേജ് വന്നു. അതാണ് ഈ പറയുന്നത്. അപ്പോ അതുവഴി അദ്ദേഹത്തിന് എന്തു പറ്റി, his case confirmed that hippocampus plays a crucial role in memory formation. അപ്പൊ അദ്ദേഹത്തിന്റെ ആ ഒരു കേസ് നമുക്ക് കാണിച്ചു തരുന്നത് ഇപ്പോ നമ്മൾ പറഞ്ഞു മീഡിയൽ ടെമ്പറൽ ലോബിൽ വരുന്ന ഒരു റീജിയൻ ആണ് ഹിപ്പോ ക്യാമ്പസ്, അമിഗ്ഡാല എന്നൊക്കെ. അപ്പൊ ഹിപ്പോ ക്യാമ്പസിന്റെ ഒരു ഇമ്പോർട്ടൻസ് RBയുടെ ഈ കേസ് സ്റ്റഡിയിൽ നിന്ന് പ്രത്യേകമായിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അപ്പോ അദ്ദേഹത്തിനും ഇതുപോലെ HM പോലെ മെമ്മറി, അദ്ദേഹത്തിന് എന്താന്ന് വെച്ചാൽ കുറച്ച് കാലത്തേക്കുള്ള ആ കാര്യങ്ങൾ മറന്നുപോയി. പിന്നെ അതുകൊണ്ട് തന്നെ പുതിയ കാര്യങ്ങൾ സ്റ്റോർ ചെയ്തെക്കാൻ പറ്റാത്ത അവസ്ഥയായി. These findings shows that while the hippocampus is essential for creating new long-term memories, damage to these areas does not necessarily erase older long-term memories from several years before the injury. അപ്പോ ഈ രണ്ട് ഫൈൻഡിങ്സും കാണിക്കുന്നത് എന്താന്ന് വെച്ചാല്, ഇതിൽ പറയാൻ പോകുന്നത് ഈ മെമ്മറി ഫോർമേഷനിൽ ഹിപ്പോ ക്യാമ്പസിന്റെ ഒരു റോള് എന്താണ്, എത്രമാത്രം ഉണ്ട് എന്നാണ് ഇതിൽ പറയുന്നത്. ഹിപ്പോ ക്യാമ്പസ് അത്രമാത്രം ഇമ്പോർട്ടന്റ് ആണ് മെമ്മറി, അതും ലോങ് ടേം മെമ്മറീസ് ഫോം ചെയ്യുന്നതിൽ ഇതിന് വളരെ വലിയ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്വാധീനം തന്നെ ഉണ്ട്. അപ്പോ ഹിപ്പോ ക്യാമ്പസ് എസെൻഷ്യൽ ഫോർ ക്രിയേറ്റിംഗ് ന്യൂ ലോങ് ടേം മെമ്മറീസ്. അപ്പോൾ ഹിപ്പോ ക്യാമ്പസ് ഉണ്ടെങ്കിൽ നമുക്ക് ലോങ് ടേം മെമ്മറീസ് രൂപം കൊള്ളുള്ളൂ. പക്ഷെങ്കിൽ ഈ ഒരു എന്താ പറയാ, ഈ ഒരു റീജിയൻ ഹിപ്പോ ക്യാമ്പസ് ഏരിയ എന്താണ്, അത് ഇല്ലെങ്കിൽ പോലും അദ്ദേഹത്തിന് അതിന് ഇപ്പൊ തകരാറ് വന്നാൽ പോലും പഴയ ഈ ഒരു സംഭവം ഉണ്ടല്ലോ, ഈ ഒരു ഈ ബ്രെയിനിന് വന്ന ആ ഒരു ഡാമേജ് അല്ലെങ്കിൽ പരിക്ക് അല്ലെങ്കിൽ സർജറി വഴി അത് റിമൂവ് ചെയ്ത ആ ഒരു സിറ്റുവേഷന് മുമ്പ് വരെ ബ്രെയിനിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ള കാര്യങ്ങൾക്കൊന്നും പ്രത്യേകിച്ച് ഒരു മാറ്റം വന്നിട്ടില്ല. ഈ ഒരു ഇഞ്ചുറിന്റെ മുമ്പ് ഉണ്ടായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്നും ഒരു മാറ്റങ്ങളും വന്നിട്ടില്ല. അപ്പൊ അത് ശ്രദ്ധിച്ച നമ്മുടെ റിസർച്ചേഴ്സ് പിന്നെ അതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ ശ്രമിച്ചു. ദീസ് കേസസ് ഹാവ് ഗ്രേറ്റ്ലി അഡ്വാൻസ്ഡ് അവർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ ബ്രെയിൻസ് റോൾ ഇൻ മെമ്മറി ആൻഡ് ദ സ്പെസിഫിക് ഫങ്ഷൻസ് ഓഫ് മീഡിയൽ ടെമ്പറൽ ലോബ്. അപ്പോൾ ഇത്തരത്തിലുള്ള കേസുകൾ പിന്നീട് അത് ബ്രെയിനിനെ കുറിച്ച് ബ്രെയിനിന്റെ മെമ്മറിയിലുള്ള ബ്രെയിനിന്റെ റോള് എന്താണെന്ന് മനസ്സിലാക്കാനും അതിന്റെ ഫങ്ഷൻസ് മീഡിയൽ ടെമ്പറൽ ലോബിന്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാനും ഒക്കെ പിന്നീട് ഈ കേസ് സ്റ്റഡീസ് ഉപകാരപ്പെട്ടു. ഇനി നമ്മൾ പറയാൻ പോകുന്ന അപ്പോൾ നമ്മുടെ മെമ്മറി ആൻഡ് ബ്രെയിൻ എന്നുള്ള ആ ഒരു ഭാഗം ഇവിടെ തീർന്ന്. നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് മെമ്മറി കൺസോളിഡേഷൻ ആൻഡ് ഹിപ്പോ ക്യാമ്പസ് എന്നാണ്. നമ്മളിപ്പോ ഇതിന്റെ തൊട്ട് മുമ്പുള്ള കേസ് സ്റ്റഡി വെച്ചിട്ട് തന്നെയാണ് ഈ ഒരു പാർട്ടും പറയാൻ പോകുന്നത്. അപ്പൊ അത് മനസ്സിലാക്കി കഴിഞ്ഞവർക്ക് ഇത് പെട്ടെന്ന് മനസ്സിലാവും. ഒരു മിനിറ്റ്. സോറി, ഒരു അർജന്റ് ആയിട്ടുള്ള കോള് വന്നു, അതാണ്. അപ്പൊ മെമ്മറി കൺസോൾട്ടേഷൻ ആൻഡ് ഹിപ്പോ ക്യാമ്പസ്. ഈ മെമ്മറി കൺസോൾട്ടേഷൻ എന്ന് പറഞ്ഞാല് നമ്മളുടെ മെമ്മറീസ് നമുക്കറിയാം
ഒരു തവണയോ 2 തവണ നമുക്കൊരു കാര്യം കറക്റ്റ് ആയിട്ട് നമ്മുടെ മെമ്മറിയിൽ കയറണമെങ്കിൽ പല റിപ്പീറ്റേഷൻ വഴി വേണം. നമുക്ക് ഡേയ്സ്, വീക്സ്, മന്ത് ആൻഡ് ഇയേഴ്സ് നമുക്ക് അത് നമ്മുടെ ബ്രെയിനിലേക്ക് ഇങ്ങനെ ആവർത്തിച്ച് കേറി അതൊരു എന്താ പറയാ, ഒരു കോൺക്രീറ്റ് ചെയ്ത രൂപത്തിൽ വരണം. കാരണം അത് നമുക്ക് പിന്നീട് ഒരിക്കലും മറക്കാത്ത വിധം. ഇപ്പൊ നമ്മൾ ഇംഗ്ലീഷ് പഠിച്ചിട്ടുണ്ട്, അത് ലെറ്റേഴ്സ് പഠിച്ചിട്ടുണ്ട്, ഇനി വേണ്ട ഇംഗ്ലീഷ് വേണ്ട പോട്ടെ, മലയാളം അത് നമ്മൾ ഇനിയിപ്പോ എങ്ങനെ എവിടെ കണ്ടാലും നമ്മളത് അതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് പറയും നമുക്ക്. കാരണം നമ്മളുടെ മനസ്സിൽ അത് അങ്ങനെയും കയറിയിട്ടുണ്ട്, നമ്മളുടെ ബ്രെയിനിൽ അത്രമാത്രം സ്റ്റോർഡ് ആണത്. അപ്പോൾ നമുക്ക് നമ്മുടെ മെമ്മറി ലോസ് ആയാൽ പോലും ചിലപ്പം നമ്മുടെ അൺകോൺഷ്യസ് ലെവലിൽ ഇത് കയറിയിട്ട് നമ്മൾ സംസാരിക്കുന്നത് മലയാളം തന്നെ ആവാം, അറിയാൻ പറ്റില്ല നമുക്ക്. അപ്പോൾ അത് നമ്മുടെ മെമ്മറിയിൽ ഓൾറെഡി സ്റ്റോർഡ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ ഈ രീതിയിൽ നമ്മുടെ മെമ്മറീസ് കൺസോൾട്ടേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഹിപ്പോ ക്യാമ്പസ് സഹായിക്കുന്നുണ്ട്. മെമ്മറി കൺസോൾട്ടേഷൻ ഈസ് ദ പ്രോസസ് ബൈ വിച്ച് മെമ്മറീസ് ബിക്കം സ്റ്റേബിൾ ആൻഡ് സ്റ്റോർഡ് ഇൻ ലോങ് ടേം മെമ്മറി ഓവർ ടൈം. അപ്പോൾ മെമ്മറി കൺസൾട്ടേഷൻ വഴി ഈ ഒരു പ്രോസസ്സ്, ഈ കൺസൾട്ടേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് എന്താന്ന് വെച്ചാൽ നമ്മുടെ മെമ്മറീസിനെ ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള രീതിയിൽ ലോങ് ടേം മെമ്മറിയിലേക്ക് സ്റ്റോർ ചെയ്യാൻ ഈ ഹിപ്പോ ക്യാമ്പസ് സഹായിക്കുന്നത്. The hippocampus plays a crucial role in this process but does not store long-term memories. പക്ഷെ നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ, ഹിപ്പോ ക്യാമ്പസ് നല്ലൊരു റോൾ ഉണ്ട് നമ്മുടെ ലോങ് ടേം മെമ്മറീസ് രൂപപ്പെടാൻ, അത് കൺസോളിഡേറ്റ് ചെയ്യണം. ഇതിനെ ഒരു നമ്മുടെ ബ്രെയിനിൽ സ്റ്റോർ ചെയ്ത് വെക്കാൻ ഈ ഹിപ്പോ ക്യാമ്പസ് സഹായിക്കുന്നുണ്ടെങ്കിൽ പോലും നമുക്ക് ഓൾറെഡി സ്റ്റോർ ആയിട്ടുള്ള ലോങ് ടേം മെമ്മറീസിനെ റീറ്റെയിൻ ചെയ്യാനോ അല്ലെങ്കിൽ അതിനെ വീണ്ടും സ്റ്റോർ ചെയ്യാനൊന്നും ഈ ഒരു ഹിപ്പോ ക്യാമ്പസിന്റെ ആവശ്യമില്ല. അതുകൊണ്ടാണ് ഈ HM-നും അതുപോലെ RBക്കൊക്കെ അവരുടെ ഓൾഡ് മെമ്മറീസ് മറന്നു പോകാത്തത്. അവർക്ക് പുതിയ മെമ്മറീസ്, ഇപ്പൊ ഒരു പുതിയതായിട്ട് ഒരു കാര്യം പഠിച്ചെടുക്കുന്ന സമയത്ത് അതിനെ നമ്മുടെ ബ്രെയിനിലേക്ക് സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള പ്രവർത്തനമാണ് ഹിപ്പോ ക്യാമ്പസ് ചെയ്യുന്നത്. വീണ്ടും റിട്ടേൺ ചെയ്യാൻ, ഓൾറെഡി സ്റ്റോർ ചെയ്ത സംഭവങ്ങളെ സ്വാധീനിക്കാൻ ഹിപ്പോ ക്യാമ്പസിന് കഴിയുന്നില്ല. അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അത് ഈ ഒരു സംഭവത്തിൽ പിന്നെ ഉടനീളം തന്നെയാണ് പറയുന്നത്. ഇൻസ്റ്റഡ് ഇറ്റ് ഹെൽപ്സ് ഫ്രം ന്യൂ മെമ്മറീസ് ബൈ കോർഡിനേറ്റിംഗ് ദ സ്ട്രെങ്തനിങ് ഓഫ് കണക്ഷൻ ഇൻ ദ ബ്രെയിൻ. അപ്പോൾ ഇതെന്താ ചെയ്യുന്നത് വെച്ചാൽ മെമ്മറീസിനെ കോർഡിനേറ്റ് ചെയ്തിട്ട് അതൊന്നും കൂടി സ്ട്രെങ്തൻ ചെയ്യാൻ, ബ്രെയിനുമായിട്ട് കണക്ട് ചെയ്തത് സ്ട്രെങ്തൻ ചെയ്യാൻ ഹിപ്പോ ക്യാമ്പസ് നല്ലൊരു റോൾ പ്ലേ ചെയ്യുന്നുണ്ട്. വൺസ് കൺസോളിഡേഷൻ ഈസ് കംപ്ലീറ്റ്, ഒരു തവണ കൺസൾട്ടേഷൻ നടന്നു കഴിഞ്ഞാൽ ദ ഹിപ്പോ ക്യാമ്പസ് ഈസ് നോ ലോങ്ങർ നീഡഡ് ഫോർ സ്റ്റോറിങ് ഓർ റിട്രീവിങ് ദീസ് മെമ്മറീസ്. അപ്പൊ ഹിപ്പോ ക്യാമ്പസ് പിന്നെ അത് തിരിച്ചെടുക്കാനോ വീണ്ടും സ്റ്റോർ ചെയ്യാനൊന്നും ഈ ഒരു റീജിയന്റെ ആവശ്യം വരുന്നില്ല. മെമ്മറീസ് സ്റ്റോർ ചെയ്യാനോ റിട്രീവ് ചെയ്യാനോ നമുക്ക് ആവശ്യം വരുമ്പോൾ തിരിച്ചെടുക്കാൻ. Damage to the medial temporal lobe, including the hippocampus, leads to difficulties in forming new long-term memories as seen in patients with amnesia. അപ്പോ ഇതന്നെയാണ് പറയുന്നത്, ഹിപ്പോ ക്യാമ്പസ് മീഡിയൽ ടെമ്പറൽ ലോബില് ടെമ്പറൽ ലോബ് ഡാമേജ് ആയി കഴിഞ്ഞാൽ, ഇൻക്ലൂഡിങ് ഹിപ്പോ ക്യാമ്പസ് ഉൾപ്പെടെയുള്ള ആ ഭാഗങ്ങൾക്ക് എന്തെങ്കിലും പരിക്കോ എന്തെങ്കിലും ഡാമേജോ അതില്ലാതാവുകയോ ചെയ്യുകയാണെങ്കിൽ പോലും ഇത് ന്യൂ ലോങ് ടേം മെമ്മറീസ് ഫോം ചെയ്യാൻ പ്രയാസം, പിന്നെ അത് ഉണ്ടാവാൻ സാധ്യത കുറവാണ്. അപ്പോൾ ഇത് കാരണം എന്ത് ചെയ്യും, പേഷ്യൻസിന് അംനീഷ്യ വരാൻ സാധ്യത ഉണ്ട്. ഫോർ എക്സാമ്പിൾ, ഇൻഡിവിജ്വൽസ് വിത്ത് മീഡിയൽ ടെമ്പറൽ ലോബ് ഡാമേജ് ഓഫ്റ്റൻ ഹാവ് റെട്രോഗ്രേഡ് അംനീഷ്യ. ഇപ്പോ മീഡിയൽ ടെമ്പറൽ ലോബ് ഡാമേജ് ഉള്ള ഇൻഡിവിജ്വൽസിന് റെട്രോഗ്രേഡ് അംനീഷ്യ വരാനുള്ള സാധ്യത ഉണ്ട്. റെട്രോഗ്രേഡ് അംനീഷ്യ എന്ന് പറഞ്ഞാൽ ഓൾറെഡി ഉള്ളതല്ല, പുതിയതായിട്ട് ആ ഒരു പരിക്ക് പറ്റിയതിന് ശേഷം ഉള്ള കാര്യങ്ങൾ മറന്നു പോകുന്ന, സ്റ്റോർ ചെയ്യാൻ കഴിയാത്ത, ലോങ് ടേം മെമ്മറിയിലേക്ക് മാറ്റാൻ കഴിയാത്ത ഒരു അവസ്ഥയാണ് റെട്രോഗ്രേഡ് അംനീഷ്യ എന്ന് പറയുന്നത്. പിന്നെ വേറെ ഒന്നും കൂടി ഉണ്ട്, അതിന്റെ പേരാണ്
ആന്റീരിയർ അംനീഷ്യ എന്ന് പറയുന്നത് അതെന്ന് വെച്ചാല് ആദ്യം മുതലേ ഉള്ള എന്തൊക്കെയോ സ്റ്റോർ ചെയ്തിട്ട് അത് മുഴുവൻ മറന്നു പോകുന്ന ഒരു അവസ്ഥയാണ് ആന്റീരിയർ അംനീഷ്യ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഈ ഒരു ഇതിൽ നമ്മൾ പറയുന്നത് റെട്രോഗ്രേഡ് അംനീഷ്യയാണ് HM-ന്റെ കേസിലും RB-യുടെ കേസിലൊക്കെ വരുന്നത്. ലോസിംഗ് മെമ്മറീസ് ഫ്രം 1 to a few years before the damage. അപ്പോൾ ഡാമേജ് ആയി കഴിഞ്ഞതിന് ശേഷമുള്ള മുമ്പുള്ള കാര്യങ്ങൾക്കൊന്നും ഡാമേജ് വരുന്നില്ലെങ്കിലും പിന്നീടുള്ള കാര്യങ്ങൾ മറന്നു പോകുന്ന ആ ഒരു അവസ്ഥ. ദിസ് സജസ്റ്റ് ദ ഹിപ്പോക്യാമ്പസ് ഈസ് എസെൻഷ്യൽ ഫോർ കൺസോളിഡേറ്റിംഗ് ന്യൂ മെമ്മറീസ് ബട്ട് നോട്ട് ഫോർ സ്റ്റോറിങ് ഓൾഡർ വൺസ്. എഗെയിൻ ഈ കാര്യം തന്നെയാണ് ഈ ഒരു ഇതിൽ പറയുന്നത്. അങ്ങനെ കൺഫ്യൂഷൻ വരും. അപ്പോ ദിസ് സജസ്റ്റ് ഹിപ്പോക്യാമ്പസ് എന്താണ്, ഈ ഒരു മെമ്മറീസ് സ്റ്റോർ ചെയ്യാന് നല്ല ഇത് ഇമ്പോർട്ടന്റ് ആണെങ്കിലും ഓൾഡർ വണ്ണ് സ്റ്റോർ ചെയ്യാനോ റിട്രീവ് ചെയ്യാനോ ഇത് സഹായിക്കുന്നില്ല എന്നാ പറയുന്നത്. അഡീഷണലി അംനീഷ്യ ക്യാൻ റിസൾട്ട് ഫ്രം ഡാമേജ് ടു അതർ ബ്രെയിൻ റീജിയൻസ്. അംനീഷ്യ എന്ന് പറയുന്നത് ചില സമയത്ത് മറ്റുള്ള ബ്രെയിൻ റീജിയൻസ്, ഇപ്പോ ഈ ഒരു മീഡിയൽ ടെമ്പറൽ ലോബ് ഉണ്ടല്ലോ, അതിന്റെ സറൗണ്ടിങ്സിലുള്ള ഏതെങ്കിലുമൊക്കെ ബ്രെയിൻ പാർട്സിനൊക്കെ എന്തെങ്കിലും ഡാമേജ് വന്നാലും അംനീഷ്യക്ക് കാരണമാവും. സച്ചാസ് ഡയൻസെഫലന് എന്തെങ്കിലും ഡാമേജ് വന്നാലും അംനീഷ്യക്ക് കാരണമാവും. നമ്മൾ പഠിച്ചു കുറച്ച് ഏതൊക്കെ പാർട്സ് ആയിരുന്നു, അമിഗ്ഡാല, മീഡിയൽ ടെമ്പറൽ ലോബിലുള്ള അമിഗ്ഡാല, ഹിപ്പോക്യാമ്പസ്, എട്രോണിയൽ കോർട്ടെക്സ്, പെരി ഹിപ്പോക്യാമ്പൽ സറൗണ്ടിങ്സ്, പെരിറൈനൽ കോർട്ടിക്കൽ ഏരിയാസ്. ഇതൊക്കെ ഡാമേജ് ആയാൽ അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ അഭാവം ഈ അംനീഷ്യക്ക് കാരണമാവും. അതുപോലെ തന്നെ ഈ ഡയൻസെഫല ഇല്ലാതായാലും മെമ്മറി ലോസിന് കാരണമാവും. കണ്ടീഷൻസ് ലൈക്ക് ആൽക്കഹോളിക് കോർസാക്കോഫ് സിൻഡ്രോം. ഇതെന്ന് പറയുന്നത് ഇത് കോർസാക്കോഫ് സിൻഡ്രോം എന്ന് പറയാൻ ഇത് കണ്ടുപിടിച്ച ആള്, ഇതിനെക്കുറിച്ച് സ്റ്റഡി നടത്തിയ ആളുടെ പേരാണ് കോർസാക്കോഫ്സ് എന്ന് പറയുന്നത്. അപ്പൊ അതിന് ഈ ആൽക്കഹോളിക് കോർസാക്കോഫ് സിൻഡ്രോം എന്ന് പേര് കൊടുത്തിട്ടുണ്ട്. ഇതിന് കാരണം എന്ന് വെച്ചാല് ഒരുപാട് അളവിൽ കൂടുതൽ ആൽക്കഹോള് കഴിക്കുന്നത് കാരണം ബ്രെയിനിൽ വരുന്ന ഡാമേജസ് വഴി എന്ത് ചെയ്യും, മറവി ഉണ്ടാവാം, അംനീഷ്യ വരാം. കോസ്ഡ് ബൈ ക്രോണിക് ആൽക്കഹോളിസം ക്യാൻ ഡാമേജ് ഏരിയാസ് ലൈക്ക് ദ dorsomedial thalamic nucleus and mammillary bodies leading to memory impairments. അപ്പോൾ കൂടുതലായിട്ട് ആൽക്കഹോൾ കഴിക്കുന്നത് വഴി ഈ റീജിയൻസ് ഡോർസോമീഡിയൽ തലാമിക് ന്യൂക്ലിയസും അതുപോലെ മാമിലറി ബോഡീസും അതിന് വരുന്ന ഡാമേജും മെമ്മറി ഇല്ലാതാകുന്നതിന് അല്ലെങ്കിൽ മെമ്മറിയുടെ എന്തെങ്കിലും സിവിയർ ആയിട്ടുള്ള പ്രോബ്ലംസ് വരാൻ സാധ്യതയുണ്ട്. ഇൻ സമ്മറി, ദ ഹിപ്പോക്യാമ്പസ് ആൻഡ് റിലേറ്റഡ് ബ്രെയിൻ സ്ട്രക്ചേഴ്സ് ആർ വൈറ്റൽ ഫോർ മെമ്മറി കൺസോളിഡേഷൻ, ടേണിംഗ് ന്യൂ എക്സ്പീരിയൻസ് ഇൻ ടു ലോങ് ലാസ്റ്റിംഗ് മെമ്മറീസ്. ഡാമേജ് ടു ദീസ് ഏരിയാസ് ഡിസ്റ്റർബ്സ് this process, highlighting their importance in our ability to remember. അപ്പോൾ ഈ ഒരു ഭാഗത്ത് എല്ലാം കൂടെ നമ്മൾ വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഹിപ്പോക്യാമ്പസും പിന്നെ അതുപോലെ ബ്രെയിനിന്റെ സ്ട്രക്ചറിൽ ഹിപ്പോക്യാമ്പസും പിന്നെ അതിനോട് റിലേറ്റ് ചെയ്തിട്ടുള്ള ബ്രെയിൻ സ്ട്രക്ചേഴ്സും നമ്മുടെ മെമ്മറി കൺസോളിഡേഷനിൽ വളരെ വലിയൊരു പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് പറയുന്നത്. ഇത് ലോങ് ലാസ്റ്റിംഗ് മെമ്മറീസ് സ്റ്റോർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അത് ഇതിൽ ഓർത്തിരിക്കേണ്ട കാര്യം ഇതാണ്, പഴയതിനല്ല, അത് റിട്രീവ് ചെയ്യാനോ വീണ്ടും സ്റ്റോർ ചെയ്യാനൊന്നും ഇതിന്റെ ആവശ്യമില്ല. ഓൾറെഡി സ്റ്റോർ ചെയ്തതിന് ഒരു കുഴപ്പം വരില്ല, പക്ഷെങ്കിൽ പുതിയ കാര്യങ്ങൾ വീണ്ടും സ്റ്റോർ ചെയ്യാൻ കുറച്ച് പ്രയാസമാണ് ഇതുവഴി. അപ്പോൾ ഇതുവഴി നമുക്ക് മനസ്സിലാക്കാം നമ്മളുടെ ഇമ്പോർട്ടൻസ്, ഈ ഒരു ഹിപ്പോക്യാമ്പസിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളത്. ഇനി നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് അനിമൽ മോഡൽസ് ഓഫ് മെമ്മറിയാണ്. അനിമൽ മോഡൽസ് ഓഫ് മെമ്മറി എന്ന് പറഞ്ഞാൽ ഞാൻ ഫസ്റ്റില് നമ്മൾ ഇന്നലെ തകതിയിൽ പറഞ്ഞിരുന്നു. നമ്മൾ ഫസ്റ്റ്
ഈ ഒരു ഇതിനെ കുറിച്ച് പഠിക്കാനുള്ള ഒരിതാണ് സർജറി. മനുഷ്യന്റെ ബ്രെയിനിനെ കുറിച്ച് പഠിക്കാനുള്ള ഒരു മെത്തേഡാണ് സർജറി. ഇനി രണ്ടാമത്തെ മെത്തേഡാണ് അനിമൽ മോഡൽസ് ഓഫ് മെമ്മറി. മറ്റുള്ള ഇപ്പോ മനുഷ്യനു സാമ്യമായിട്ട് അല്ലെങ്കിൽ മനുഷ്യനെ പോലെ തന്നെ മറ്റുള്ള ജീവികളുടെ ബ്രെയിന് പരിശോധിച്ചിട്ട് അതിന് ഏകദേശം സാമ്യം ഏതിനൊക്കെ വരുന്നെന്ന് കണ്ടുപിടിക്കുക. എന്നിട്ട് അത് ഏറ്റവും കൂടുതൽ സാമ്യം വരുന്ന ആ ഒരു ബ്രെയിന് വെച്ചിട്ട് നമ്മുടെ മനുഷ്യന്റെ ബ്രെയിനിലെ മെമ്മറി എവിടെയൊക്കെ സ്വാധീനിക്കുന്നു എന്നൊക്കെ പഠിക്കാനാണ് ഈ അനിമൽ മോഡൽസ് ഓഫ് മെമ്മറി എന്നുള്ള റിസർച്ച് മെത്തേഡ് സഹായിച്ചിട്ടുള്ളത്. ഇപ്പോ ഇതിൽ പറയുകയാണെങ്കിൽ മെയിനായിട്ട് അവര് മങ്കീസിലാണ് കൂടുതൽ റിസർച്ച് നടത്തിയിട്ടുള്ളത്. ദ അനിമൽ മോഡൽസ് ഓഫ് മെമ്മറി റിസർച്ച് ആൻഡ് ദെയർ ഫൈൻഡിങ്സ്. അപ്പോൾ അതിന് റിസർച്ചും അതിന്റെ ഫൈൻഡിങ്സും ആണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. അനിമൽ സ്റ്റഡീസ് എസ്പെഷ്യലി ദോസ് ഇൻവോൾവിംഗ് മങ്കീസ് വിത്ത് ലെസൺസ് ഇൻ ദ hippocampus and surrounding cortex have provided valuable insight into how the medial temporal lobe contributes to memory. അപ്പോൾ അനിമൽസില് അവർ എക്സ്പെഷ്യലി മങ്കീസില് കൂടുതലായിട്ടും മങ്കീസില് അവരെന്ത് ചെയ്യും, ഈ മീഡിയൽ ടെമ്പറൽ ലോബ് അത് ഹിപ്പോകാമ്പസോ അല്ലെങ്കിൽ അതിന്റെ സറൗണ്ടിങ് കോർട്ടക്സിലൊക്കെ എന്തെങ്കിലും പരിക്ക് വരുത്തിയിട്ട് ഓരോന്നിനും ഓരോ പാർട്ട്, ഇപ്പൊ ക്യാമ്പസ് മാത്രല്ല ഈ മീഡിയൽ ടെമ്പറൽ ലോബിലുള്ള ഓരോ അവയും അവര് ഓരോ മങ്കീസിലും അവരിങ്ങനെ സർജറി നടത്തി പിന്നെ അതിന്റെ ഓരോ പ്രവർത്തനത്തിലും വരുന്ന മാറ്റങ്ങളും ഒക്കെ അവര് നിരീക്ഷിച്ചു. Researchers use these animal models to better understand human memory and amnesia. അപ്പോൾ ഈ ഒരു മെത്തേഡ് വഴി അനിമൽസിൽ നടത്തുന്ന റിസർച്ച് വഴി അവർക്ക് ഹ്യൂമൻ മെമ്മറിയും അംനീഷ്യയെ കുറിച്ചൊക്കെ പഠിക്കാൻ ഒരു കറക്റ്റ് ആയിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ്ങിൽ എത്താൻ കഴിഞ്ഞു. ഇത് നടക്കുന്നത് പഴയ കാലത്താണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ കാലാണെങ്കിൽ ഒരുപാട് ഫെസിലിറ്റീസ് ഉണ്ട്. പക്ഷെ അതുപോലെ തന്നെ സർജറീസും ദിനം പ്രതി കൂടുതലാണ്. അപ്പൊ അവർക്ക് റിസർച്ച് നടത്താൻ എളുപ്പമായിരുന്നു. പക്ഷെ പണ്ടത്തെ കാലത്ത് അങ്ങനെയല്ല. അപ്പോൾ അവർക്ക് കൂടുതൽ പോസിബിൾ ആയിരുന്നത് അനിമൽസ് ആയിരുന്നു. One key finding is that the hippocampus along with its surrounding cortex is critical for forming long-term memories. അപ്പോൾ അവർ ഒന്ന് കണ്ടുപിടിച്ചത് ആദ്യമായിട്ട് അവർ കണ്ടുപിടിച്ച കാര്യം എന്ന് വെച്ചാല് ഹിപ്പോ ക്യാമ്പസ് അതും അതിനെ ചുറ്റിയിട്ടുള്ള സറൗണ്ടിങ് കോർട്ടക്സും ലോങ് ടേം മെമ്മറീസ് ഉണ്ടാകുന്നതിന് ഒരു വലിയൊരു പങ്ക് വഹിക്കുന്ന തന്നെ ഉണ്ടെന്ന്. പിന്നെ ഡാമേജ് ടു ദ ഹിപ്പോ ക്യാമ്പസ് അലോൺ ഓർ ടു ഇറ്റ്സ് കണക്ഷൻ വിത്ത് അതർ പാർട്സ് ഓഫ് ദ ബ്രെയിൻ ലീഡ്സ് ടു സിവിയർ മെമ്മറി ഇമ്പയർമെന്റ്സ്. അപ്പോ ഹിപ്പോ ക്യാമ്പസിന് എന്തെങ്കിലും ഒരു ഇത് വരികയാണെന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും ഒരു ഡാമേജോ അങ്ങനെ എന്തെങ്കിലും വരികയാണെങ്കിൽ തന്നെ അതിന്റെ സറൗണ്ടിങ്സിനൊക്കെ എന്തെങ്കിലും അത് കണക്ട് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഭാഗത്തിനൊക്കെ എന്തെങ്കിലും ഡാമേജ് വന്നാൽ അത് സിവിയർ ആയിട്ടുള്ള മെമ്മറി ലോസിന് തന്നെ അത് കാരണമാവുന്നുണ്ട്. However, the amygdala, although important for emotional memories, is not crucial for episodic memory. അപ്പോൾ അമിഗ്ഡാല എന്ന് പറയുന്ന ഹിപ്പോ ക്യാമ്പസ് പോലെ തന്നെ അതിന് ഈ മീഡിയൽ ടെമ്പറൽ ലോബിലുള്ള ഒരു പാർട്ടാണ്. ഇത് എന്താന്ന് വെച്ചാല് ഇമോഷണൽ മെമ്മറീസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അപ്പോൾ ഇത് പക്ഷെങ്കിൽ എന്താ പറയാ എപ്പിസോഡിക് മെമ്മറീസിന് അത്രമാത്രം ഒരു റോള് കൊടുക്കുന്നില്ല അമിഗ്ഡാല. എപ്പിസോഡിക് മെമ്മറി പറഞ്ഞാൽ നമ്മൾ പ്രത്യേകമായിട്ട് എന്തെങ്കിലും ഇവന്റ്സിനെ കുറിച്ചൊക്കെ ഉള്ള ഓർമ്മകൾ ഉണ്ടാവുമല്ലോ, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മൾ കറക്റ്റ് ആയിട്ട് നമ്മൾ എന്തെങ്കിലും പഴയ കാലത്ത് നമുക്ക് നല്ല ഇമോഷണൽ ആയിട്ട് അല്ലെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലുമൊക്കെ ഓർത്തിരിക്കുന്ന കാര്യങ്ങൾ അതിനൊന്നും അമിഗ്ഡാലന്റെ ആവശ്യമില്ല. These studies also show that short-term memory remains relatively intact after damage to the medial ടെമ്പറൽ ലോബ്. അപ്പൊ മീഡിയൽ ടെമ്പറൽ ലോബ് ഡാമേജ് ആയി കഴിഞ്ഞതിന് ശേഷം ഷോർട്ട് ടേം മെമ്മറി ഒന്നുകൂടെ എന്താ പറയാ
മറ്റ് സാധാരണയിൽ കൂടുതൽ ഒന്നും കൂടി ഇനാക്ട് ആവുന്നതുണ്ട് എന്നാ പറയുന്നത്. അങ്ങനെയാണ് ഈ സ്റ്റഡീസ് കാണിക്കുന്നത്. സജസ്റ്റിംഗ് ദാറ്റ് ദിസ് റീജിയൻ ഈസ് മോർ ഇൻവോൾവ്ഡ് ഇൻ ഓർഗനൈസിങ് ആൻഡ് കൺസോളിഡേറ്റിംഗ് ലോങ് ടേം മെമ്മറീസ്. അപ്പോൾ ഇത്തരത്തിലുള്ള എന്താ പറയാ ലോങ് ടേം മെമ്മറീസിനെ കൺസോൾഡ് ചെയ്യാനും ഓർഗനൈസ് ചെയ്യാനുമാണ് ഈ റീജിയൻസ് പൊതുവെ യൂസ് ചെയ്യുന്നതായിട്ട് അവർ കണ്ടെത്തിയത്. ലോങ് ടേം മെമ്മറീസ് ആർ സ്റ്റോർഡ് ഇൻ എ ഡിസ്ട്രിബ്യൂട്ടഡ് മാനർ അക്രോസ് ദ നിയോകോർട്ടെക്സ് ആൻഡ് ദ മീഡിയൽ ടെമ്പറൽ ലോബ് ഹെൽപ്പ് ഇൻ ദ കൺസോൾട്ടേഷൻ പ്രോസസ്. അപ്പൊ ഇതൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. അപ്പൊ നമ്മുടെ ലോങ് ടേം മെമ്മറീസ് നമ്മൾ പറഞ്ഞു, അത് ഓൾറെഡി സ്റ്റോർഡ് ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഈ മീഡിയൽ ടെമ്പറൽ ലോബിന്റെ ആവശ്യമില്ല അത് വീണ്ടും ഓർത്തെടുക്കാൻ. അപ്പോൾ ഈ മെമ്മറീസ് ഒക്കെ എവിടെയാണ് പോയി ഓൾറെഡി ഉള്ള മെമ്മറീസ് സ്റ്റോർ ആവുന്നത് എവിടെയാന്ന് വെച്ചാൽ നിയോ കോർട്ടെക്സ് എന്നുള്ള പാർട്ടിലാണ് പോയി സ്റ്റോർ ആവുന്നത്. അപ്പൊ ഈ ഒരു ഭാഗത്തേക്ക് ഈ വിവരങ്ങളെ കൊണ്ടുപോകാനാണ് നമ്മളുടെ അവിടേക്ക് സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഫസ്റ്റ് പുതുതായിട്ട് നമുക്ക് കിട്ടുന്ന ഒരു ന്യൂ ഇൻഫർമേഷനെ നമ്മൾ പഠിക്കുന്ന ഒരു കാര്യത്തെ സ്റ്റോർ ചെയ്യാൻ അത് കൺസോളിഡേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മുടെ മീഡിയൽ ടെമ്പറൽ ലോബ് യൂസ് ചെയ്യുന്നത്. പക്ഷെ ഇത് ഓൾറെഡി സ്റ്റോർ ആവുന്നത് നിയോ കോർട്ടെക്സ് ആണ്. അപ്പൊ നിയോ കോർട്ടെക്സ് മെമ്മറിന്റെ ഒരു പ്രധാന ഭാഗമാണ്. പക്ഷെ ഇത് മെമ്മറി ലോസുമായി ബന്ധപ്പെട്ട് ഈ നിയോ കോർട്ടെക്സ് ഇല്ലെങ്കിൽ നമുക്ക് കംപ്ലീറ്റ് മെമ്മറി ലോസ് ആവും. അവിടെയാണ് നമുക്ക് എന്താവുന്നത്, നമ്മളുടെ ഓൾഡ് മെമ്മറീസ് ഒക്കെ സ്റ്റോർ ആവുന്നത്. ഓവറോൾ ദ ഫൈൻഡിങ്സ് ഫ്രം അനിമൽ മോഡൽ അലൈൻ well with the observation in human patient like HM and RB, highlighting the role of the hippocampus and surrounding cortex in memory formation and consolidation. തന്നെ നമ്മൾ പറഞ്ഞത് ഓൾറെഡി പറഞ്ഞതാണ്. HM-ന്റെ RB-ന്റെ കേസ് വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ മീഡിയൽ ടെമ്പറൽ ലോബ് എന്ത് ചെയ്യുന്നു, ലോങ് ടേം മെമ്മറീസ് കൺസോളിഡേറ്റ് ചെയ്യാനും പിന്നെ അത് അതിന് മെമ്മറി ഫോർമേഷൻ ഒക്കെ സഹായിക്കുന്നുണ്ട്. ഇത്രയാണ് ഈ ഭാഗത്ത് പറയുന്നത്. ഇത് പിന്നെ നമ്മുടെ ടെക്സ്റ്റിൽ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്, ബ്രോക്കാസ് ഏരിയാസ് ഓഫ് ബ്രെയിൻ. ഇതെന്ന് പറയുന്നത് എങ്ങനെയാണ് നമ്മുടെ ബ്രെയിനിൽ ഓരോ കാര്യങ്ങൾ വരുന്നത്. വിഷ്വൽ ടെമ്പറല്, വിഷ്വൽ പെരൈറ്റല്, ബ്രോക്കാസ് റീജിയൻ ആണ് ഈ കളറിൽ കാണുന്നത്. പിന്നെ ഹിയറിംഗ് ആണ് ഈ ഒരു ഇതിൽ കാണിക്കുന്നത്, ഈ ഷെയ്ഡിൽ കാണിക്കുന്നത്. പിന്നെ വെർണിക്സ് കോഗ്നീഷൻ നടക്കുന്ന ഭാഗങ്ങളാണ് ഈ വൈറ്റ് ആയിട്ട് കാണിക്കുന്നത്. ഇതിന് കൂടുതൽ എക്സ്പ്ലനേഷൻ ടെക്സ്റ്റിൽ ഇല്ല കേട്ടോ. അപ്പൊ നമുക്കിതിന് വലിയ ഇമ്പോർട്ടന്റ് ഇല്ല തോന്നുന്നു. ജസ്റ്റ് ഇതൊരു ഇമാജിൻ ആണ്. ഈ ഭാഗങ്ങൾ ഇതിന് സഹായിക്കുന്നു. ഈ ഭാഗത്തൊക്കെയാണ് കോഗ്നീഷൻ നടക്കുന്നത്. പിന്നെ ബ്രോക്കാസ് റീജിയൻ എന്ന് പറയുന്നത് ഇതാണ്, ഈ ഭാഗമാണ് ബ്രോക്കാസ് റീജിയൻ. നമ്മൾ പറയുന്ന മീഡിയൽ ടെമ്പറൽ ലോബ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ബ്രോക്കാസ് റീജിയൻ നമുക്ക് മെമ്മറിയിൽ അത്യാവശ്യമാണ്. അപ്പൊ ഈ ഭാഗമാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് ഭാഗമാണ് നമ്മുടെ ഇമേജിങ് ദ ഹ്യൂമൻ ബ്രെയിൻ ആൻഡ് മെമ്മറി എന്ന് പറയുന്നത്. ഇമേജിങ് ആണ്. ഇമേജിങ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പിക്ചറൈസ് ചെയ്യാം. അപ്പോ മൂന്നാമത്തെ രീതിയിൽ നടത്തുന്ന ഒരു റിസർച്ച് ആണ് ഇത്. നമ്മൾ 2 പഠിച്ചു. ഒന്ന് സർജറി വഴി, പിന്നെ അനിമൽസിന്റെ ബ്രെയിൻ വെച്ചിട്ട് അതുമായി കമ്പയർ ചെയ്തിട്ട് ഹ്യൂമൻ ബ്രെയിനെ കമ്പയർ ചെയ്ത് ചെയ്യാം. പിന്നെ അതിൽ തന്നെ ഒരു കാര്യമുണ്ട്, നമ്മളുടെ ഹ്യൂമന്റെ ബ്രെയിന് മങ്കീസുമായിട്ട് കമ്പൈൻ ചെയ്ത് നോക്കിയെങ്കിലും ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ നമ്മുടെ ബ്രെയിനിന്റെ സ്ട്രക്ചർ ഒക്കെ ഒരുപോലെ ആണെങ്കിലും ബ്രെയിനിന്റെ പ്രവർത്തനങ്ങൾ ഏകദേശം ഡിഫറെന്റ് ആണ്. ഈ നമ്മുടെ ബ്രെയിനും മങ്കീസിന്റെ ബ്രെയിനും, അത് ഓർക്കണം. ഇമേജിങ് ദ ഹ്യൂമൻ ബ്രെയിൻ ആൻഡ് മെമ്മറി. The work described so far has dealt with the evidence from humans and animals with brain damage. അപ്പോ നമ്മളിപ്പോ ഇതിന്റെ HM-ന്റെ കേസും ഇതൊക്കെ പഠിച്ചു. അപ്പോ ഇവരുടെ ഈ പഠനം എന്താന്ന് വെച്ചാല് ഒന്നും കൂടെ മുന്നോട്ട് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഹ്യൂമൻസ് എന്ത് ചെയ്തു, മനുഷ്യര് എന്ത് ചെയ്തു, കൂടുതലായിട്ടുള്ള എവിഡൻസ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെന്തോ പുതിയ രീതിയിലുള്ള കണ്ടുപിടുത്തങ്ങൾ നടത്തി. ഇപ്പോ നമ്മുടെ പുതിയ സാങ്കേതിക വിദ്യകൾ ലൈക്ക് MRI സ്കാൻ ഒക്കെ ഉള്ളതുപോലെ
അവര് കുറച്ചുകൂടെ ഇതായിട്ടുള്ള കുറച്ച് പ്രോസസ്സുകൾ ലൈക്ക് റെപ്രസെന്റേഷൻ സിസ്റ്റം ലൈക്ക് PRS ഒക്കെ പോലുള്ള കാര്യങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. അതിന്റെ കറക്റ്റ് ഒരു FMRI കേട്ടോ, ഫങ്ഷണൽ മാഗ്നറ്റിക് റിസൊണൻസ് ഇമേജിംഗ് എന്ന് പറയുന്ന ഒരു സംഭവം. ഈ ഒരു ഭാഗം എനിക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആണ്, ഒന്നും തലയിൽ കയറിയിട്ടില്ല, എന്നാലും ഞാൻ പറയാൻ നോക്കാം. ഇപ്പോ ഈ ഇത് ഒരു എന്താ പറയാ, ഇവര് എന്താ ചെയ്താല് ഈ കറക്റ്റ് നല്ല ഹ്യൂമൻസിന്റെ ബ്രെയിൻ ഉണ്ടാവും, ഒരു ഹെൽത്തി ആയിട്ടുള്ള ഹ്യൂമൻസിന്റെ ബ്രെയിന് വെച്ചിട്ട് ഈ ഒരു ഡാമേജ് ആയിട്ടുള്ള ബ്രെയിൻസിനെ കമ്പയർ ചെയ്തു, അതുപോലെ അനിമൽസിന്റെ ബ്രെയിനിന്റെ ഡാമേജിനെ കമ്പയർ ചെയ്തു. അങ്ങനെ അവര് ഇതിൽ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ട്, ഇപ്പൊ ഹെൽത്തി ആയിട്ടുള്ള ബ്രെയിൻ വെച്ച് നോക്കിയാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, മറ്റുള്ള ഈ ഡാമേജ് എന്തൊക്കെയാണ് കണ്ടെടുക്കുക. അപ്പോൾ ഇതിന് അവർ രണ്ട് പ്രോസസ്സാണ് യൂസ് ചെയ്തത്, FMRI അതുപോലെ PET എന്ന് പറഞ്ഞിട്ടുള്ള ടെസ്റ്റ്. PET എന്ന് പറഞ്ഞാല് പോസിട്രോൺ എമിഷൻ ടോമോഗ്രാഫി പറഞ്ഞിട്ടുള്ള രണ്ട് രീതിയിലുള്ള ടെസ്റ്റ് യൂസ് ചെയ്തിട്ടുണ്ട്. These data are consistent with regard to the role of the medial temporal lobe in memory. അപ്പോൾ ഇവർ കണ്ടെത്തിയിട്ടുള്ള ഈ ഡാറ്റകൾ എന്ത് ചെയ്യുന്നുണ്ട്, മീഡിയൽ ടെമ്പറൽ ലോബിൽ മെമ്മറി എങ്ങനെ, മെമ്മറിയുടെ റോൾ എങ്ങനെയാന്നുള്ളത് വ്യക്തമായിട്ട് അറിയാൻ പറ്റിയിട്ടുണ്ട്. ഓവർ ദ പാസ്റ്റ് ഡിക്കേഡ് there has been an exponential increase in studies of normal subjects using functional brain imaging methods. അപ്പോൾ ഇതെന്ത് വെച്ചു, ഈ ഒരു സർജറിയേക്കാളും കൂടുതൽ എന്താന്ന് വെച്ചാൽ ആ മനുഷ്യന്റെ ബ്രെയിനിനെ കുറിച്ച് പഠിക്കാൻ, കൂടുതൽ ഫങ്ഷണൽ ആയിട്ട് പഠിക്കാൻ, കൂടുതൽ നല്ല എന്താ പറയാ, ഒരുപാട് വൈഡായിട്ട് പഠിക്കാൻ ഈ ഒരു ഇമേജിങ് മെത്തേഡ് വഴി, കാരണം ഇമേജിങ് ചെയ്യുന്നത് കൊണ്ട് മനുഷ്യനും ഒരു പ്രയാസകാരിയൊന്നും വരുന്നില്ല, അപ്പൊ ആരും അത് അതിന് ഒക്കെയാണ്. അപ്പോൾ ഇത് ഒരു നല്ല വൈഡ് ആയിട്ടുള്ള സ്റ്റഡി നടത്താൻ ഉപകാരപ്പെട്ടു. ദ റിസൾട്ട് ആർ ക്വൈറ്റ് പ്രൊവോക്കേറ്റീവ് ആൻഡ് ആർ കൺഫേമിംഗ് ആൻഡ് എക്സ്റ്റെൻഡിങ് ദ ഫൈൻഡിങ്സ് ഫ്രം ലേസൺ സ്റ്റഡീസ്. അപ്പോൾ ഇതെന്താ വെച്ചാൽ ഇങ്ങനെയുള്ള സ്റ്റഡീസ് ഒക്കെ പിന്നീട് എന്താ ഈ കൂടുതൽ ഒരുപാട് ഫൈൻഡിങ്സിനും ഈ ബ്രെയിനിൽ ഉണ്ടാവുന്ന പരിക്കുകളെ കുറിച്ചുള്ള പഠനത്തിനൊക്കെ ഒരുപാട് ഹെൽപ്പായി. ഇൻ ദ ഫോളോയിങ് വി റിവ്യൂ റീസെന്റ് സ്റ്റഡീസ് ഓഫ് ബ്രെയിൻ ഓർഗനൈസേഷൻ ഓഫ് എപ്പിസോഡിക് മെമ്മറി, സെമാൻറ്റിക് മെമ്മറി, പ്രൊസീജറൽ മെമ്മറി ആൻഡ് ദ പെർസെപ്ഷൻ റെപ്രസെന്റേഷൻ സിസ്റ്റം. അപ്പോ ഇനി ഈ ഇമേജിംഗ് എന്ന് പറയുന്നത്, ഹ്യൂമൻ ബ്രെയിനിന്റെ ഇമേജിംഗ് മെമ്മറിയുടെ കേസിൽ വരുന്നത് എങ്ങനെയാണെന്ന് നോക്കാൻ അവര് ഈ ഒരു 4 മെത്തേഡ്സിലാണ് അവർ ചെക്ക് ചെയ്തത്. എപ്പിസോഡിക് മെമ്മറിയിലും, സെമാൻറ്റിക് മെമ്മറിയിലും, പ്രൊസീജറൽ മെമ്മറിയിലും, അതുപോലെ പെർസെപ്ഷൻ റെപ്രസെന്റേഷൻ സിസ്റ്റത്തിലും ഇവര് ഇത് ചെക്ക് ചെയ്തു. ഇതിപ്പോ നമ്മുടെ ബ്രെയിന് ഈ ഒരു കാര്യം പ്രവർത്തിക്കുന്നുണ്ട് എന്ന് അറിയാൻ വേണ്ടിയിട്ട് എന്താണ് വേണ്ടത്, ഇപ്പൊ ഇവർ ഈ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇവർക്ക് എന്തെങ്കിലും കാണിച്ചു കൊടുക്കണം. കാണിച്ചു കൊടുത്തിട്ട് ഇപ്പൊ അവരത് ഐഡന്റിഫൈ ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ അവരത് പിന്നീട് അത് ഓർമ്മിച്ചെടുക്കാൻ ശ്രമിക്കുന്നുണ്ടോ എന്നൊക്കെ ആ ഒരു ടാസ്ക് അപ്പൊ നടക്കുമ്പോൾ മാത്രമേ കറക്റ്റ് അതിന്റെ ഒരു ഇമേജ് അവർക്ക് കിട്ടുള്ളൂ. അപ്പൊ അതിനായിട്ട് അവരെന്ത് ചെയ്തു, ഈ ഉള്ള സ്റ്റേജസിലൊക്കെ അവര് ഇത് ടെസ്റ്റ് ചെയ്തു. ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾ തന്നെ ഒന്ന് വായിച്ചു നോക്കാം. ഇതിന്റെ PPT ഞാൻ ഷെയർ ചെയ്യാം. അപ്പോ എപ്പിസോഡിക് മെമ്മറി എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു നമ്മുടെ ഈ കറന്റ് ഒരു ഇവന്റ്സിനെ കുറിച്ചുള്ള മെമ്മറി. സെമാൻറ്റിക് മെമ്മറി എന്ന് പറഞ്ഞാല് എന്താ, മീനിങ് ഫുൾ ആയിട്ടുള്ള മെമ്മറീസ്, അതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇതുപോലെ തന്നെ ഒന്ന് പ്രൊസീജറൽ മെമ്മറിയും പെർസെപ്ഷൻ റെപ്രസെന്റേഷൻ സിസ്റ്റം ആണ് വരുന്നത്. അതൊന്ന് വായിച്ചു നോക്കണേ. ഇതാണ് എപ്പിസോഡിക് മെമ്മറി. Studies using PET and FMRI has shown that the hippocampus is critical for encoding new memories. Hippocampus ആണ് ഇതിലൊരു ക്രൂഷ്യൽ റോള് വഹിക്കുന്നത്. ഈ ഒരു രണ്ട് മെത്തേഡ് വഴി അവർ ഈ രണ്ട് ഇമേജിംഗ് ടെക്നിക്സ് വഴി അവർക്ക് കണ്ടെത്താൻ പറ്റി. പിന്നെ റിസർച്ചേഴ്സ് സച്ച് ആസ് ജെയിംസ് ഹക്സ്ബി ആൻഡ് ലെസ്ലി അണ്ടർ
leader found that the right hippocampus became active when people encode new faces but not when they recognize, retrieve them. അപ്പൊ ഇത് നമ്മൾ ആദ്യം പറഞ്ഞ സംഭവമാണ്. ഇപ്പോൾ ജെയിംസ് അക്സ്ബി ആൻഡ് ലെസ്ലി അങ്കർ ലീഡർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ രണ്ട് റിസർച്ചേഴ്സ് എന്താ കണ്ടത്, ഇവർക്ക് എന്തെങ്കിലും ഒരു ഫേസോ അല്ലെങ്കിൽ ആളുകളെ കാണിച്ചു കൊടുത്ത സമയത്ത് അവർക്കത് നമ്മുടെ ബ്രെയിനിൽ കൺസോളിഡേറ്റ് ചെയ്യാൻ ഈ ഹിപ്പോ ക്യാമ്പസ് സഹായിക്കുന്നുണ്ടെങ്കിലും പിന്നീട് അത് ഓർമ്മിച്ചെടുക്കാൻ കൊടുക്കുന്ന സമയത്ത് ഈ ഹിപ്പോ ക്യാമ്പസ് പ്രവർത്തിക്കുന്നില്ല എന്നുള്ളത്, അപ്പൊ അതിന്റെ ആവശ്യമില്ല എന്നുള്ളത് അവർ മനസ്സിലാക്കി. ദിസ് സപ്പോർട്ട് ഐഡിയ ദാറ്റ് ദ ഹിപ്പോ ക്യാമ്പസ് ഇസ് ക്രൂഷ്യൽ ഫോർ ഫോമിങ് ന്യൂ മെമ്മറീസ്. അപ്പോൾ ഇത് വഴി അവർക്ക് എന്ത് മനസ്സിലായി, ഹിപ്പോ ക്യാമ്പസ് ഒരു ക്രൂഷ്യൽ ഫോം ന്യൂ മെമ്മറീസ് രൂപപ്പെടാൻ പങ്കുവഹിക്കുന്നുണ്ടെന്ന് മനസ്സിലായി. അഡീഷണലി encoding new information activates the left prefrontal cortex while retrieval activates the right prefrontal cortex. അപ്പോൾ ഇതിൽ അവർ കൂടുതലായിട്ട് കണ്ടത് എന്താണെന്ന് വെച്ചാൽ എൻകോഡിങ് ചെയ്യുന്ന ന്യൂ ഇൻഫർമേഷൻസ് ആക്ടിവേറ്റ് ചെയ്യുന്ന സമയത്ത് എൻകോഡ് ചെയ്യുന്ന സമയത്ത് ലെഫ്റ്റ് ഫ്രണ്ടൽ കോർട്ടെക്സും പ്രീ ഫ്രണ്ടൽ കോർട്ടെക്സും അതുപോലെ റീട്രൈവ് ചെയ്യുന്ന സമയത്ത് റൈറ്റ് പ്രീ ഫ്രണ്ടൽ കോർട്ടെക്സും ആണ് ആക്ടിവേറ്റ് ചെയ്യുന്നതെന്ന് അവർ മനസ്സിലാക്കി. അപ്പൊ ഇതൊന്ന് നോട്ട് ചെയ്യേണ്ട കാര്യമാണ്. ദിസ് ഫൈൻഡിങ് ലെഡ് ടു ദ ഹെമിസ്ഫിയറിക് എൻകോഡിംഗ് റിട്രൈവൽ അസിമെട്രി. അപ്പോൾ ഈ ഒരു ഫൈൻഡിങ് എന്താ, ഇങ്ങനെ ഒരു സ്റ്റഡി, ഇങ്ങനെ ഒരു തിയറിക്ക് കാരണമായി. ഇതൊരു തിയറിയാണ്, ഹെറ മോഡൽ തിയറി, വിച്ച് സജസ്റ്റ് ദാറ്റ് ദ ലെഫ്റ്റ് ഹെമിസ്ഫിയർ ഈസ് മോർ ഇൻവോൾവ്ഡ് ഇൻ എൻകോഡിംഗ് ആൻഡ് ദ റൈറ്റ് ഹെമിസ്ഫിയർ ഈസ് മോർ ഇൻവോൾവ്ഡ് ഇൻ റിട്രൈവൽ. അപ്പൊ ഈ കാര്യം തന്നെയാണ് ഈ സ്റ്റഡിയിൽ പറയുന്നത്. ലെഫ്റ്റ് ഹെമിസ്ഫിയർ എൻകോഡിങ് ചെയ്യാനും റൈറ്റ് ഹെമിസ്ഫിയർ റിട്രൈവൽ ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഫർദർ സ്റ്റഡീസ് ബൈ ആന്റണി വാഗ്നർ ആൻഡ് ജോൺ ഗബ്രിയേലി ഷോഡ് ദാറ്റ് ദ prefrontal and medial temporal lessons are more active during the encoding of words or picture that are later remember. അപ്പോ ആന്റണി വാഗ്നറും ആൻഡ് ജോൺ ഗബ്രിയലും അവരുടെ സ്റ്റഡിയിൽ റിസർച്ചിൽ പറഞ്ഞത് എന്താന്ന് വെച്ചാൽ പ്രീ ഫ്രണ്ടൽ ആൻഡ് മീഡിയൽ ടെമ്പറൽ റീജിയൻസ്, ബ്രെയിനിലുള്ള ഈ രണ്ട് റീജിയൻസ് മോർ ആക്റ്റീവ് ആവുന്നുണ്ട്. ഏത് സമയത്താണ്, എൻകോഡിങ് ചെയ്യുന്ന സമയത്ത്. വേർഡ്സ് അല്ലെങ്കിൽ പിക്ചേഴ്സ് ഒക്കെ അവർ പിന്നീട് റിമെമ്പർ ചെയ്യുന്ന സമയത്ത് ഈ രണ്ട് റീജിയൻസും മോർ ആക്റ്റീവ് ആവുന്നുണ്ട്, കൂടുതൽ ആക്റ്റീവായിട്ട് കാണുന്നുണ്ട്. ഇത് നമുക്കത് ആ ഒരു ഇമേജിന് ഈ ആക്റ്റീവ് ആവുന്ന സമയത്ത് കൂടുതൽ ചിലപ്പോൾ എനിക്ക് തോന്നുന്നു കളേഴ്സോ അങ്ങനെ എന്തെങ്കിലും മാറ്റം, അതിലെന്തെങ്കിലും മാറ്റങ്ങൾ ഇമേജിൽ വരാം, അതാവും. ഇത് ജസ്റ്റ് സ്കാനിങ് ഒക്കെ പോലെയാവും. നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ MRIയിലൊക്കെ സ്കാനിങ് ഒരു ബ്രെയിനിന്റെ റീജിയനിൽ കൂടുതൽ ഇങ്ങനെ കാണിക്കുന്നുണ്ട്, എന്തൊക്കെയോ കളർ കാണിക്കുന്നത്, അതാവും ഇതിൽ ഉദ്ദേശിക്കുന്നത്. This highlights the role of these brain areas in informing long-term memories. അപ്പോൾ ഇത് നമുക്ക് എന്താ മനസ്സിലാക്കാൻ ഹെൽപ്പ് ചെയ്തു. ഇതന്നെ ലോങ് ടേം മെമ്മറീസ് ബ്രെയിനിൽ ഉണ്ടാവാൻ ഹിപ്പോ ക്യാമ്പസ് സഹായിക്കുന്നുണ്ട്. അതന്നെ. Then overall, these findings confirm that the hippocampus and specific cortical areas are vital for encoding new information, while retrieval involves different regions in the brain. അപ്പോൾ ബ്രെയിനിലെ ഡിഫറെന്റ് റീജിയൻസ് പോലെ തന്നെ നമ്മുടെ ഹിപ്പോ ക്യാമ്പസും അതുപോലെ അതിന്റെ കോർട്ടിക്കൽ ഏരിയാസും റിട്രീവ് ചെയ്യാൻ ഒരു ചെറിയ പങ്ക് വഹിക്കുന്നുണ്ട്. പക്ഷെങ്കിൽ എൻകോഡ് ചെയ്യാനാണ് കൂടുതലായിട്ടും, ന്യൂ ഇൻഫർമേഷൻ എൻകോഡ് ചെയ്യാനാണ് കൂടുതലായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. ദിസ് റിസർച്ച് അലൈൻ വെൽ വിത്ത് ഒബ്സർവേഷൻ ഫ്രം സ്റ്റഡീസ് ഓൺ അംനേസിക് പേഷ്യന്റ് ആൻഡ് ആനിമൽ മോഡൽ. അപ്പോൾ ഇത് ഈ എന്താണ് അംനേഷിക് പേഷ്യൻസിലും അതുപോലെ അനിമൽ മോഡൽസിലും. ഇപ്പൊ അനിമൽ മോഡൽസ് എന്ന് പറഞ്ഞാൽ അവര് ഏത് ആനിമൽസിനെയാണ് റിസർച്ച് ചെയ്യാൻ എടുത്തിട്ടുണ്ട്, അവരെയും ഒബ്സർവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ റിസർച്ചേഴ്സ് ഈ രീതിയിലുള്ള ഇമേജിംഗ് ടെക്നിക്ക്, എപ്പിസോഡിക് എൻകോഡിംഗ് റിട്രൈവൽ എന്നുള്ള ആ ഒരു മെത്തേഡ്, ഇമേജിംഗ് ടെക്നിക്സ് സഹായിച്ചിട്ടുണ്ട്. ഇതിൽ രണ്ടാമതാണ്
semantic encoding and retrieval. Studies using brain imaging techniques have shown that different areas of the brain are involved in storing and recalling semantic knowledge. Fact and concept. നല്ല ഒരു മീനിങ് ആയിട്ടുള്ള ഫാക്ട്സോ അത് ഏതെങ്കിലും ഒരു കൺസെപ്റ്റ് ഇപ്പോൾ നമ്മൾ ഒരു ഇക്വേഷൻ പഠിക്കുകയാണ് അല്ലെങ്കിൽ നമ്മൾ ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ഒക്കെ പഠിക്കുന്നതാണ് സെമാൻറ്റിക് എൻകോഡിംഗ് എന്ന് പറയുന്നത്, സെമാൻറ്റിക് മെമ്മറി എന്ന് പറയുന്നത്. അപ്പോൾ റിസർച്ച് ഫൗണ്ട് ദാറ്റ് ദ left prefrontal cortex is more active during the retrieval of semantic memories, unlike episodic memories which active the right prefrontal cortex. അപ്പൊ എന്താണ് റിസർച്ചേഴ്സ് എന്താണ് ഈ ഒരു ടെക്നിക്ക് യൂസ് ചെയ്തിട്ട് എന്താ ചെയ്യുന്ന വെച്ചാൽ സെമാൻറ്റിക് നോളജ് അറിയാനാണ്. സെമാൻറ്റിക് നോളജിന്റെ ഫാക്ട്സ് എങ്ങനെയാണ്, എവിടെയാണ് സ്റ്റോർ ചെയ്യുന്നത്, എവിടെയാണ് എൻകോഡ് ചെയ്യുന്നത്, റിട്രീവൽ ചെയ്യുന്നത് അറിയാനാണ് ഇത് യൂസ് ചെയ്യുന്നത്. അപ്പൊ അവര് എന്ത് ചെയ്തു, അവര് കണ്ടുപിടിച്ചു വാട്ട് ലെഫ്റ്റ് ഫ്രണ്ടൽ കോർട്ടെക്സ് ഈസ് മോർ ആക്റ്റീവ് ഡ്യൂറിങ് ദ റിട്രീവൽ ഓഫ് സെമാൻറ്റിക് മെമ്മറീസ്. ഇപ്പം സെമാൻറ്റിക് മെമ്മറീസ് നമ്മൾ ഓർത്തെടുക്കാൻ ശ്രമിക്കുന്ന സമയത്ത് ലെഫ്റ്റ് ഫ്രീ ഫ്രണ്ടൽ കോർട്ടെക്സ് ആണ് കൂടുതലായിട്ട് ആക്റ്റീവ് ആകുന്നത്. അപ്പോൾ എപ്പിസോഡിക് മെമ്മറീസിനെ പോലെയല്ല. എപ്പിസോഡിക് മെമ്മറീസിൽ എങ്ങനെയായിരുന്നു, എപ്പിസോഡിക് മെമ്മറീസിൽ കൂടുതലായിട്ടും ആക്റ്റീവ് ചെയ്യുന്നത് എന്തായിരുന്നു, റൈറ്റ് ഹിപ്പോ ക്യാമ്പസ് ആയിരുന്നു. എങ്കിൽ ഇവിടെ നേരെ തിരിച്ച് ലെഫ്റ്റ് ഇതാണ് കാണിക്കുന്നത്, ലെഫ്റ്റ് പ്രീ ഫ്രണ്ടൽ കോർട്ടെക്സ് ആണ് കാണിക്കുന്നത്. അപ്പൊ ഇവിടെ അതാണ് പറയുന്നത് അൺലൈക്ക് എപ്പിസോഡിക് മെമ്മറീസ് വിച്ച് ആക്റ്റീവ് ദ റൈറ്റ് പ്രീ ഫ്രണ്ടൽ കോർട്ടെക്സ്. അവിടെ എന്താണ് റൈറ്റ് പ്രീ ഫ്രണ്ടൽ കോർട്ടെക്സ് ആണ് ആക്റ്റീവ് ആവുക, ഇവിടെ ലെഫ്റ്റ് ആണ് സെമാൻറ്റിക്കില്. അപ്പൊ അത് ഡിഫറൻസ് മനസ്സിലാക്കുക. ദ ലെഫ്റ്റ് പ്രീ ഫ്രണ്ടൽ കോർട്ടെക്സ് ഇൻക്ലൂഡ്സ് ഏരിയ ലൈക്ക് ബ്രക്കാസ് ഏരിയ which is important for language. അപ്പോൾ ലെഫ്റ്റ് ഫ്രീ ഫ്രണ്ടൽ കോർട്ടെക്സ് നമ്മൾ ആ ഒരു ഇമേജിൽ കാണിച്ചല്ലോ, ബ്രൊക്കാസ്, ഇതാണ് ബ്രൊക്കാസ് റീജിയൻ, ഇതാണ് ഈ ഒരു ഷെയ്ഡ്, ചെറിയൊരു ലൈറ്റ് ഷെയ്ഡ് ഇവിടെയും വരുന്നുണ്ട് തോന്നുന്നല്ലേ, ആ ഒരു റീജിയൻ ആണ് ബ്രൊക്കാസ് റീജിയൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതില് എന്താണ് വരുന്നത് വെച്ചാല് ലെഫ്റ്റ് ഫ്രീ ഫ്രണ്ടൽ കോർട്ടെക്സ് ആണ് എന്ത് ചെയ്യുന്നത്, ആ ഒരു ഏരിയ ആണ് ബ്രൊക്കാസ് ഏരിയ എന്ന് പറയുന്നത്. ഇത് ലാംഗ്വേജുമായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ്. ലാംഗ്വേജ് ഒക്കെ സ്റ്റോർ ചെയ്യുന്നതും റിട്രീവലൊക്കെ ചെയ്യുന്ന ഒരു പ്രോസസ്സ് നടക്കുന്നത് ഈ ഒരു ഏരിയയിലാണ്. ദിസ് പാറ്റേൺ ഓഫ് ആക്ടിവേഷൻ റിമെയിൻസ് കൺസിസ്റ്റന്റ് വെദർ ദർ മെമ്മറീസ് ഇൻവോൾവ് ഒബ്ജക്റ്റ് ഓർ വേർഡ്സ്. അപ്പോ ഈ ഒരു എന്താ പറയാ, ഇത് നമുക്കറിയാം ഒരു കൺസെപ്റ്റ് അല്ലെങ്കിൽ ഫാക്ട് എന്നൊക്കെ പറയാം, അതിൽ ലാംഗ്വേജ് വരും, ഏതെങ്കിലും ഒബ്ജക്റ്റ് നമുക്കറിയാം. ഒബ്ജക്റ്റിന് എപ്പോഴും നമുക്കൊരു ഒരു പൂച്ചനെ കാണുകയാണ്, അപ്പൊ കുട്ടിക്ക് പൂച്ചന്റെ പിക്ചർ കണ്ടാലും ഇത് പൂച്ചയാണ്, അല്ലെങ്കിൽ ഒരു ബേർഡ് കണ്ടാലും എവിടെ കണ്ടാലും ഇത് ആണ്. അതൊരു കൺസെപ്റ്റ് ആണ് കുട്ടിയുടെ മനസ്സിൽ. അത് അങ്ങനെ ഇനി ഏത് കോലത്തിൽ ഇട്ട് കൊടുത്താലും അത് ആണ്, അല്ലെ പൂച്ച അങ്ങനെയാണെന്നുള്ള ഒരു കൺസെപ്റ്റ് കുട്ടിയുടെ മനസ്സിൽ അല്ലെ നമ്മളെ മനസ്സിലൊക്കെ ഉണ്ട്. അപ്പോ ഇവിടെ പറയുന്ന ഒരു കറക്റ്റ് പാറ്റേണിന്റെ ഫോം, ദിസ് പാറ്റേൺ ഓഫ് ആക്ടിവേഷൻ റിമെയിൻസ് കൺസിസ്റ്റന്റ് വെദർ ദ മെമ്മറീസ് ഇൻവോൾവ് ഒബ്ജക്റ്റ് ഓർ വേർഡ്സ്. അപ്പൊ ഈ ഒരു എന്താ പറയാ, ഇത് ആക്റ്റീവ് ചെയ്യുന്നത് എവിടെയാണ്, ഈ മെമ്മറീസ്, അതുപോലെ മെമ്മറീസ് എങ്ങനെയുള്ള മെമ്മറീസ്, ഒബ്ജക്റ്റ് അല്ലെങ്കിൽ വേർഡ്സ്, ഇതൊക്കെ എന്ത് ചെയ്യുന്നു ലെഫ്റ്റ് ഹെമിസ്ഫിയറിലാണ് ഒരു കാണിക്കുന്നത്, ഓർമ്മിച്ചെടുക്കാൻ സഹായിക്കുന്നത്. അപ്പോ റോൾ ഈസ് പ്രോസസിങ് ദ റിട്രീവ് സെമാൻറ്റിക് ഇൻഫർമേഷൻ. അപ്പൊ സെമാൻറ്റിക് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ഒക്കെ ഓർമ്മിച്ചെടുക്കാൻ അല്ലെങ്കിൽ ആ ഒരു സമയത്ത് കൂടുതൽ ആക്റ്റീവ് ആവുന്നത് ലെഫ്റ്റ് ഹെമിസ്ഫിയർ ആണെന്ന് പറയുന്നത്. അപ്പൊ ലെഫ്റ്റ് ഹെമിസ്ഫിയർ ആണ് എന്താണ് ഒരു സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള റോള് പ്ലേ ചെയ്യുന്നത്. These findings highlight the domain-specific organization of the brain, where knowledge of different type of objects like animate versus inanimate. ഇപ്പോ ഈ ഒരു ഫൈൻഡിങ്സ് എന്ത് ഹൈലൈറ്റ് ചെയ്യുന്നത്, ഈ ഒരു രീതിയിലെ സെമാൻറ്റിക് എൻകോഡിങ്ങും റിട്രീവൽ പോലെയുള്ള ഇമേജിംഗ് ടെക്നിക്സ് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാല് ഒരു ബ്രെയിനിന്റെ ഒരു എന്താണ്
ബ്രെയിനില് നമ്മുടെ അറിവുകൾ ഏതൊക്കെ രീതിയിൽ, പല രീതിയിലുള്ള അറിവുകൾ, ഇപ്പോൾ ഒബ്ജക്റ്റിനെ കുറിച്ച് അല്ലെങ്കിൽ ഇപ്പോൾ ആനിമേറ്റ് അല്ലെങ്കിൽ ഇന്നാനിമേറ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് സ്റ്റോർ ചെയ്യുന്നത്, അത് കൂടുതലായിട്ടും എവിടെയാണ്, കോർട്ടിക്കൽ റീജിയൻസിലാണ് സ്റ്റോർ ചെയ്യുന്നത്. This research help us understand how the brain process and organize different type of memories. അപ്പോൾ ഈ പല രീതിയിലുള്ള മെമ്മറീസ് എങ്ങനെയാണ് ബ്രെയിനിൽ പ്രോസസ്സ് ചെയ്യുന്നത്, ഓർഗനൈസ് ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ ഈ ഒരു രീതിയിലുള്ള റിസർച്ച് സഹായിച്ചിട്ടുണ്ട്. മൊത്തം കുറച്ച് കൺഫ്യൂഷൻ ആയിട്ടുള്ള പാട്ടാണ്, എനിക്ക് തന്നെ തലയിൽ കയറിയിട്ടില്ല. അപ്പൊ ഒത്തിരി കൺഫ്യൂഷൻ വരുന്നുണ്ട്. ഞാൻ തന്നെ അങ്ങനെ വായിച്ചു നോക്കുമ്പോ എവിടേക്കോ കിട്ടുക. പ്രൊസീജിയർ മെമ്മറി എൻകോഡിങ് ആൻഡ് റിട്രീവൽ. അപ്പൊ മൂന്നാമത്തെ ടെക്നിക്കാണ് അതിൽ വരുന്ന, ആ ഇമേജിങ്ങിൽ വരുന്നതാണ് പ്രൊസീജിയർ മെമ്മറി എൻകോഡിങ് ആൻഡ് റിട്രീവൽ. Procedure motor learning based on the study by Scott Grafton, Elliott Hazeltine and Ivory. ഇവരുടെ സ്റ്റഡി ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു പ്രൊസീജിയർ മെമ്മറി നടന്നിട്ടുള്ളത്. Amnesic patients have shown that they can learn motor skill implicitly even if they cannot remember learning them. ഇപ്പൊ അംനേഷിക് പേഷ്യൻസ് നമുക്കറിയാം, അവര് എന്താണ്, പുതിയ കാര്യങ്ങൾ പഠിച്ചെടുക്കാൻ കേപ്പബിൾ ആയിരിക്കില്ല, അവർക്കത് ഓർമ്മയുണ്ട്. അപ്പൊ അവരെന്താ ചെയ്യുന്നത്, അവരുടെ മോട്ടോർ സ്കിൽസ് അവർക്ക് അറിയില്ലെങ്കിലും അതവര് മെച്ചപ്പെടുത്തി എടുക്കാനൊക്കെ ഈ ഒരു, നമ്മൾ ആ HMന്റെ കേസിൽ പറഞ്ഞു, അദ്ദേഹം ബാക്കിയുള്ള കാര്യങ്ങളിലൊക്കെ പെർഫെക്റ്റ് ആയിരുന്നു. അപ്പോ അവർക്കത് ഓർമ്മിച്ചെടുക്കാനോ അല്ലെങ്കിൽ അവരത് പഠിച്ചത് എന്താണെന്നില്ലെങ്കിൽ അവർക്ക് ആ ഒരു സ്കിൽ ഇംപ്രൂവ് ചെയ്യാനൊക്കെ ഈ ബ്രെയിനിന്റെ മറ്റു പാർട്ടുകൾ വഴി സാധിച്ചിട്ടുണ്ട്. ദിസ് ഇംപ്ലിസിറ്റ് ലേണിംഗ് ഡസൻ റിക്വയർ എക്സ്പ്ലിസിറ്റ് മെമ്മറി. അപ്പൊ ഈ രീതിയിലുള്ള ലേണിങ്സ് നമ്മുടെ എന്താ പറയാ ലോങ് ടേം മെമ്മറിയിൽ കിടക്കണമെന്നൊന്നുമില്ല. ഇപ്പൊ ഒരാൾക്ക് ബ്രഷ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് അയാൾക്ക് ഓൾറെഡി അത് ആ സ്റ്റോർ ചെയ്ത് വെച്ചത് തന്നെ കിട്ടും. അപ്പൊ അതിന് പുറത്തുനിന്നുള്ള ഒരു ഇതോ അല്ലെങ്കിൽ പുതിയതായിട്ട് അറിയേണ്ട കാര്യമൊന്നുമില്ല. അല്ലെങ്കിൽ അവരെന്തെങ്കിലും സ്കില്ല് ലേൺ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഒന്ന് ശരിയാക്കി എടുക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു മെമ്മറിന്റെ ആവശ്യം ചിലപ്പോൾ വരില്ല. The researchers investigated how normal subjects learn motor sequences implicitly during tasks that distract them from noticing the sequence. ഇപ്പൊ റിസർച്ചേഴ്സ് എന്താന്ന് ചെയ്താല് അവര് നോർമൽ സബ്ജക്റ്റിൽ എങ്ങനെയാണ് ഈ മോട്ടോർ സീക്വൻസ് വർക്ക് ചെയ്യുന്നത് നോക്കിയതിന് ശേഷമാണ് അവരുടെ എന്താ പറഞ്ഞ അവരിലെ പ്രവർത്തനങ്ങളൊക്കെ നോട്ടീസ് ചെയ്തിട്ട് ഈ മറ്റുള്ള ഇതുമായിട്ട് കമ്പയർ ചെയ്യാണ് ചെയ്യുന്നത്. They used PET scan to see which brain areas were active during this task. അപ്പോൾ PET സ്കാൻ എന്താ നമ്മൾ പറഞ്ഞു, പോസിട്രോൺ എമിഷൻ ട്രോമോഗ്രാഫി എന്നാണ് പറയുന്നത്. ഇതുവഴി ഈ ഒരു സ്കാൻ വഴി എന്ത് ചെയ്യും, അവര് ബ്രെയിനിന്റെ ഏത് ഏരിയയിലാണ് ഇത്തരത്തിലുള്ള ടാസ്കുകൾ നടക്കുന്നതെന്ന് ചെക്ക് ചെയ്തു. They found that while subjects were learning the sequences implicitly, brain areas responsible for controlling movements were activated, including the motor cortex, supplementary motor area and putamen. അപ്പൊ അവരെന്ത് ചെയ്തു, ഇത്തരത്തിലുള്ള സബ്ജക്റ്റ് എന്താ ചെയ്യുന്നത്, നോർമൽ സബ്ജക്റ്റ് എന്താ ചെയ്യുന്നത്, അവര് ബ്രെയിനിന്റെ ഏരിയാസ് ഏതൊക്കെ ഏരിയാസ് ആണ് റെസ്പോൺസിബിൾ ആയിട്ടുള്ളവരുടെ ലേണിങ്ങില് അതുപോലെ മെമ്മറിയിലൊക്കെ ഏതൊക്കെ രീതിയിലുള്ള ഏതൊക്കെ പാർട്സ് ആണ് കൺട്രോൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏതൊക്കെയാണ് മൂവ്മെന്റ്സ് ആണ് ആക്ടിവേറ്റ് ആവുന്നത് എന്നൊക്കെ ഇതുവഴി അവരെന്ത് ചെയ്യും, ചെക്ക് ചെയ്യും. അതിൽ അവർ പറയേണ്ടത് ഇൻക്ലൂഡിങ് ദ മോട്ടോർ കോർട്ടെക്സും സപ്ലിമെന്ററി മോട്ടോർ ഏരിയയും പ്യൂട്ടാം എന്നുള്ള റീജിയൻസ് ഒക്കെ അവരെന്ത് ചെയ്യുന്നുണ്ട്, ചെക്ക് ചെയ്യുന്നുണ്ട്. ഏതൊക്കെയാണ് ഈ രീതിയിലുള്ള സ്കിൽസ് ഡെവലപ്പ് ചെയ്തിട്ടുള്ള സ്കിൽസിനെ കുറിച്ച് അനലൈസ് ചെയ്യാനുള്ള ഏരിയാസ് അവർ ചെക്ക് ചെയ്യുന്നത്. വെൻ ദ ഡിസ്ട്രാക്ടിങ് ടാസ്ക് വാസ് റിമൂവ്ഡ്, അഡീഷണൽ ബ്രെയിൻ ഏരിയാസ് ലൈക്ക് ദ റൈറ്റ് ഡോർസോലേറ്റർ
prefrontal cortex and right premotor cortex were also activated. അപ്പോൾ അവർക്ക് എന്തെങ്കിലും ഒരു ടാസ്ക് എന്തെങ്കിലും കൊടുത്ത് അത് റിമൂവ് ചെയ്യുന്ന സമയത്ത് എന്താന്ന് വെച്ചാല് എന്താണ് ബ്രെയിനിന്റെ മറ്റുള്ള ഭാഗത്ത് എന്താണ് മറ്റുള്ള ഭാഗങ്ങൾ ഈ ഹിപ്പോ ക്യാമ്പസ് അല്ലാത്ത മറ്റുള്ള റീജിയൻസ് ലൈക്ക് ഡോർസൊലേറ്റർ പ്രീഫ്രണ്ടൽ കോർട്ടക്സും പിന്നെ റൈറ്റ് പ്രീമോട്ടോ കോർട്ടക്സ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട് ഇതിന്റെ കൂടെ ആക്ടിവേറ്റ് ആവുന്നുണ്ട് എന്നാ പറയുന്നത്. അവരെന്തെങ്കിലും ഒരു അവരെ എന്തെങ്കിലും ഒന്നും അവരുടെ മൈൻഡ് ഡിസ്ട്രാക്ട് ചെയ്യുന്ന ഒരു എന്തെങ്കിലും ടാസ്ക് കൊടുക്കുന്ന സമയത്ത് അത് കൊടുത്തിട്ട് അത് ഒഴിവാക്കുന്ന അത് നിർത്തുന്ന സമയത്തൊക്കെയാണ് അത് സംഭവിക്കുന്നത്. ഇൻ സമ്മറി ദിസ് സ്റ്റഡി ഷോസ് ദാറ്റ് ഡിഫറെന്റ് ബ്രെയിൻ റീജിയൻസ് ആർ ഇൻവോൾവ്ഡ് ഇൻ ഇംപ്ലിസിറ്റ് മോട്ടോർ ലേണിംഗ് വിച്ച് ഒക്യൂർസ് വിത്തൗട്ട് കോൺഷ്യസ് അവയർനെസ്. അപ്പൊ ഈ ഒരു സ്റ്റഡിയിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ബ്രെയിനിന്റെ ഇപ്പൊ ഈ മീഡിയൽ ടെമ്പറൽ ലോബ് അല്ലാതെ മറ്റുള്ള റീജിയൻസും ഈ ഇംപ്ലിസിറ്റ് മോട്ടോർ ലേണിങ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ സ്കിൽസ് ഒക്കെ ഡെവലപ്പ് ചെയ്യുന്ന ആ ലേണിങ്സ് ആണ്. അത് എന്താണ് കോൺഷ്യസ് ആയിട്ടുള്ള അവയർനെസ് ഇല്ലാതെ തന്നെ അവർക്കത് മെച്ചപ്പെടുത്തിയെടുക്കാൻ സാധിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ പെർസെപ്ഷൻ പ്രൈമിങ് ആൻഡ് ഇംപ്ലിസിറ്റ് ആൻഡ് എക്സ്പ്ലിസിറ്റ് മെമ്മറിയാണ്. നാലാമത് ഈ ഒരു രീതിയിലും ഇമാജിംഗ് ടെക്നിക്സ് അവർ യൂസ് ചെയ്യുന്നുണ്ട്. പെർസെപ്ഷൻ പ്രൈമിങ് ആൻഡ് ഇംപ്ലിസിറ്റ് ആൻഡ് എക്സ്പ്ലിസിറ്റ് മെമ്മറി ബേസ്ഡ് ഓൺ ദ റിസർച്ച്. അപ്പൊ റിസർച്ച് ബേസ് ചെയ്തിട്ടുള്ള പറയുന്നതാണ് ഇത്. അപ്പൊ ഡാനിയൽ സ്കാറ്റർ ആൻഡ് ഹിസ് കൊളീഗ് ഇൻവെസ്റ്റിഗേറ്റഡ് ഹൗ ദ ബ്രെയിൻ പ്രോസസ് പെർസെപ്ഷൻ പ്രൈമിങ്. പെർസെപ്ഷൻ അപ്പൊ ഇതെന്ന് പറയുന്നത് ഇതിനെ നമ്മൾ പഠിച്ചു പെർസെപ്ഷൻ എന്നുള്ളത്. അപ്പൊ പെർസെപ്ഷന്റെ ഒരു കേസ് വരുന്ന സമയത്ത് എങ്ങനെയാണ് ബ്രെയിനിന്റെ പ്രോസസ്സ് അറിയാൻ വേണ്ടിയിട്ടാണ് അവര് ഈ ഒരു ടെക്നിക്ക് യൂസ് ചെയ്ത്. ഇതിനും PET സ്കാൻ തന്നെയാണ് അവര് യൂസ് ചെയ്തിട്ടുള്ളത്. They found that when subject showed implicit priming, there was no activity in the hippocampus. അപ്പോൾ ഇങ്ങനെയുള്ള ഇംപ്ലിസിറ്റ് അവര് ചെക്ക് ചെയ്ത സമയത്ത് ഇപ്പൊ ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസ് കൊടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഈ ഒരു പെർസെപ്ഷന്റെ ഒരു കേസ് വരുന്ന സമയത്ത് ഈ എന്താണ് ബ്രെയിനിൽ ഹിപ്പോക്യാമ്പസിൽ പ്രത്യേകം ഒരു ആക്ടിവിറ്റി ഒന്നും നടന്നിട്ടില്ല. ബട്ട് ബ്ലഡ് ഫ്ലോ ഇൻ ദ ഓക്സിപിറ്റൽ കോർട്ടക്സ് ഡിക്രീസ്ഡ്. അപ്പോ ഓക്സിപിറ്റൽ കോർട്ടക്സിലേക്കുള്ള ബ്ലഡ് ഫ്ലോ കുറഞ്ഞതായിട്ട് അവർക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. ഇത് കറക്റ്റ് ആ ഒരു എന്താ പറയാ PET സ്കാനിന്റെ പ്രോസസ്സ് എങ്ങനെയാന്നൊക്കെ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് അതിന്റെ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഒക്കെ കൊടുക്കാൻ പറ്റുള്ളൂ. അതൊന്നും ഇതിലില്ല. ജസ്റ്റ് ഇതിങ്ങനെ ആയാലും അങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് കൊടുത്തിട്ടുള്ളൂ. This suggests that implicit perceptual priming does not involve the hippocampus. അപ്പോൾ ഈ ഒരു പെർസെപ്ഷന്റെ കേസ് വരുന്ന സമയത്ത് ഹിപ്പോക്യാമ്പസ് വലിയ റോളൊന്നും പ്ലേ ചെയ്യുന്നില്ല. The study concluded the different brain system are responsible for implicit and explicit memory. അപ്പോൾ ഇംപ്ലിസിറ്റും അതുപോലെ എക്സ്പ്ലിസിറ്റും ആയിട്ടുള്ള മെമ്മറിയുടെ കേസ് വരുമ്പോൾ ബ്രെയിനിന്റെ പല സിസ്റ്റംസും പല പാർട്സും അതിൽ റെസ്പോൺസിബിൾ ആകുന്നുണ്ട്, അല്ലെങ്കിൽ അതിൽ മറ്റുള്ള പല ഭാഗങ്ങളും പങ്കെടുക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഹിപ്പോക്യാമ്പസ് ഇസ് ക്രൂഷ്യൽ ഫോർ എൻകോഡിംഗ് ആൻഡ് റിട്രീവിംഗ് ന്യൂ എക്സ്പ്ലിസിറ്റ് മെമ്മറീസ്, കോൺഷ്യസ് റീകളക്ഷൻസ് ആണ്. ഇപ്പോ ഹിപ്പോക്യാമ്പസ് നമ്മൾ പറഞ്ഞു എൻകോഡ് ചെയ്യാനും റിട്രീവ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നത് എന്താണ് നമ്മുടെ പുതിയ ഇൻഫർമേഷൻ, പുതുതായിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ. പക്ഷെ അത് എൻകോഡ് ചെയ്യാനും നമ്മൾ അത് കൺസോളിഡേറ്റ് ചെയ്യാനും. while implicit learning involves other brain region. പക്ഷെങ്കിൽ ഇംപ്ലിസിറ്റ് ആയിട്ടുള്ള ലേണിംഗ്, എക്സ്പ്ലിസിറ്റ് മെമ്മറീസിനെയാണ് ഹിപ്പോക്യാമ്പസ് ഒരു ക്രൂഷ്യൽ റോൾ പ്ലേ ചെയ്യുന്നത്, എൻകോഡിങ് ചെയ്യാനും റിട്രീവ് ചെയ്യാനും. പക്ഷെങ്കിൽ ഇംപ്ലിസിറ്റ് ആയിട്ടുള്ള ലേണിംഗ് വരുന്ന സമയത്ത് involves other brain regions such as the visual cortex. അപ്പോൾ മറ്റുള്ള ബ്രെയിനിന്റെ റീജിയൻ വിഷ്വൽ കോർട്ടക്സ് ഒക്കെ ആണ് കൂടുതൽ ആക്റ്റീവ് ആണ്. ഓവറോൾ ന്യൂറോ ഇമേജിംഗ് സ്റ്റഡീസ് ഹാവ് ഷോൺ കൺസിസ്റ്റന്റ് പാറ്റേൺ ഓഫ് ബ്രെയിൻ ആക്ടിവിറ്റി ദാറ്റ് ആർ അലൈൻ വിത്ത് cognitive research and studies on human
അംനേസിക്സ് ആൻഡ് അനിമൽ മോഡൽസ്. അപ്പോൾ ഈ ഒരു ഓവറോൾ ഇപ്പൊ ഒരു 4 രീതിയിലുള്ള ഇമേജിംഗ് ടെക്നിക്സ് നമ്മൾ പഠിച്ചില്ല, സംസാരിച്ചു. ആ ഒരു ഇതുണ്ടല്ലോ, ആ ഇങ്ങനെയുള്ള ടെക്നിക്സ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നത്, ബ്രെയിനിന്റെ ആക്ടിവിറ്റി എങ്ങനെയാണ്, ഇങ്ങനെയുള്ള ന്യൂറോ ഇമേജിംഗ് സ്റ്റഡീസ് എന്താ ചെയ്യുന്നത്, ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു ബ്രെയിനിന്റെ പാറ്റേൺ എങ്ങനെയാണ്, അതിൽ എങ്ങനെയൊക്കെയാണ് നമ്മുടെ മനുഷ്യന്റെ ബ്രെയിൻ എങ്ങനെയാ പ്രവർത്തിക്കുന്നത്, അത് അംനേസിക് ആയിട്ടുള്ള രോഗികൾ പേഷ്യൻസിൽ എങ്ങനെയാണ്, പിന്നെ അനിമൽ മോഡൽസിൽ എങ്ങനെയാണെന്നൊക്കെ അറിയാൻ ഈ 4 സ്റ്റഡീസ് ഉപകാരപ്പെട്ടിട്ടുണ്ട്. ഇത് ബേസ് ചെയ്തിട്ടാണ് ചെയ്യുക. These studies have also provided new insights such as hemispheric differences in how the brain encodes and retrieves information. അപ്പോൾ ഈ സ്റ്റഡീസ് ഒക്കെ എന്തിന് ഹെൽപ്പ് ചെയ്തു, ഹെമിസ്ഫിയറിക് ഡിഫറൻസസ് മനസ്സിലാക്കാൻ, ബ്രെയിൻ എങ്ങനെയാണ് എൻകോഡ് ചെയ്യുമ്പോഴും റിട്രീവ് ചെയ്യുമ്പോഴും, ഇൻഫർമേഷൻസ് എൻകോഡ് ചെയ്യുമ്പോൾ റിട്രീവ് ചെയ്യുമ്പോഴും എങ്ങനെയാണ് എന്തൊക്കെ മാറ്റങ്ങളാണ് ഹെമിസ്ഫിയറിക് ആയിട്ട് നടക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ ഈ ഒരു ഭാഗം സഹായിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോകുന്നത് ലാസ്റ്റ് ഇതാണ്, സെല്ലുലാർ ബേസസ് ഓഫ് ലേണിംഗ് ആൻഡ് മെമ്മറി. നമ്മുടെ ഈ ഒരു ചാപ്റ്ററിന്റെ ലാസ്റ്റ് ഭാഗത്തേക്ക് നമ്മൾ എത്തിച്ചിട്ടുണ്ട്. അപ്പോ ഇതിനു മുമ്പ് ഇപ്പൊ ഇത്രയും സംസാരിച്ചില്ല, ഇതിനെ കുറിച്ച് അറിവുള്ള ആരെങ്കിലും ഉണ്ട്, ഒന്ന് പറഞ്ഞുതരാൻ പറ്റും? ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റൊക്കെ ഉണ്ടെങ്കിൽ ആരെങ്കിലും ഒന്ന് പറഞ്ഞുതരുമോ? ഈ ടോപ്പിക്കിനെ കുറിച്ച് തോന്നാൻ അറിവൊന്നുമില്ല, പക്ഷെ എക്സ്പ്ലിസിറ്റ് മെമ്മറി എന്താ, ഇംപ്ലിസിറ്റ് മെമ്മറി എന്താന്ന് വേണമെങ്കിൽ പറയാം. പറയൂ, ഞാൻ നോക്കിയിട്ടില്ല. ഇംപ്ലിസിറ്റ് മെമ്മറി എന്ന് പറയുന്നത് നമ്മൾ കോൺഷ്യസ്ലി അല്ലാതെ നമ്മൾ കോൺഷ്യസ് അല്ലാതെ വരുന്ന ഓരോ മെമ്മറികൾ ഉണ്ടാവില്ലേ. അതായത് ഇപ്പൊ നമ്മള് ഈ പറഞ്ഞ പോലെ ഒരു പൂച്ചനെ കാണുന്നത് പൂച്ചാണെന്ന് ഇപ്പൊ നമ്മൾ ഓൾറെഡി നമ്മളെ മനസ്സിൽ എൻകോഡഡ് ആയിട്ടുള്ള ഒരു മെമ്മറിയാണ്. നമ്മൾ ഓർത്തെടുക്കാതെ നമുക്ക് ഡയറക്റ്റ് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്ന ഒരു ഓർമ്മ. പക്ഷെ എക്സ്പ്ലിസിറ്റ് മെമ്മറി എന്ന് പറയുന്നത് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തെ കുറിച്ച് ചോദിച്ചിട്ട് നമ്മളൊന്ന് ആലോചിക്കുമല്ലോ, നമ്മൾ കോൺഷ്യസ് മൈൻഡിൽ നിന്ന് നമ്മൾ ഓർത്തെടുത്ത് പറയുന്ന കാര്യങ്ങളാണ് എക്സ്പ്ലിസിറ്റ് മെമ്മറി എന്ന് പറയുന്നത്. ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ. ഇത് സാധാരണ മെമ്മറിന്റെ ഫ്ലോ എന്ന് പറഞ്ഞത് ഇതുണ്ടാവില്ലേ, എന്താ പറയാ, സെൻസറി മെമ്മറിയിൽ നിന്ന് ഷോർട്ട് ടേം മെമ്മറിയിലേക്കും, ഷോർട്ട് ടേം മെമ്മറിയിൽ നിന്ന് ലോങ് ടേം മെമ്മറിയിലേക്കും, ലോങ് ടേം മെമ്മറിയിൽ നിന്ന് ഹാബിറ്റ് ഫോർമേഷനിലേക്കും പോകുമ്പോ അല്ലേ? അപ്പോൾ അങ്ങനെ ആ ഹാബിറ്റ് ഫോർമേഷനിലേക്ക് പോകുന്നതിനായിരിക്കില്ലേ നമ്മൾ ഇംപ്ലിസിറ്റ് മെമ്മറി, അതായത് ഒന്നും ചിന്തിക്കാതെ നമുക്ക് പറയാൻ പറ്റുന്നതിനായിരിക്കില്ലേ നമ്മൾ പറയുന്നുണ്ടാകുക. അതായത് ഉദാഹരണത്തിന് ഒരു എക്സാമ്പിള് പറയും. ഇപ്പൊ ഒരാള് നമ്മളെ ഒരു കല്യാണത്തിന്റെ ഫംഗ്ഷനിലേക്ക് കടന്നു വരുമ്പോ അവിടെ ഗേറ്റിൽ ഒരാൾ ഇരിക്കുന്നുണ്ടെങ്കിൽ, ഒരു സെക്യൂരിറ്റി ഇരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല, അത് നമ്മളെ സെൻസറി മെമ്മറി പോവും. പക്ഷെ ചിലപ്പോൾ നമ്മളുടെ ആരെങ്കിലും കണക്റ്റഡ് ഉള്ള ആളുകൾ, ഒരു ഇമോഷനുമായിട്ട് കണക്റ്റഡ് ആണെങ്കിൽ നമ്മളെ മെമ്മറിയിലേക്ക് അയാൾ നിലനിൽക്കുന്നുണ്ട്. അപ്പൊ ഇതൊരു ലോങ് ടേം മെമ്മറിയിലേക്ക് കണക്ട് ചെയ്യുമ്പോഴല്ലേ അതൊരു എന്താകുന്നത് വെച്ചാൽ ഇംപ്ലിസിറ്റ് മെമ്മറി ആയിട്ട് മാറുന്നത്. അത് അത്രയും നമ്മളെ ഒരു ഹാബിറ്റിന്റെ ഭാഗമായിട്ട് മാറുമ്പോ. അതെ 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 അതാണ് നമ്മൾ പറഞ്ഞ കൺസോളിഡേറ്റ് ചെയ്യാന്ന് പറയുന്നത്. ഒരുപാട് നമ്മുടെ ചിലപ്പോ അതിന് ഒരുപാട് അല്ല, ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താന്ന് പറഞ്ഞാല് ഇപ്പൊ ജെൻസിനെയും ലേഡീസിനെയും നമ്മൾ തരംതിരിച്ച് പറയുമ്പോൾ അവരുടെ ലേഡീസിന്റെ ഏറ്റവും വലിയ കഴിവായിട്ട് പറയുന്നത് മൾട്ടി ടാസ്കിങ് ആണ്. ഒരുപാട് കാര്യങ്ങൾ അവർക്ക് ഒരേ സമയം ചെയ്യാൻ പറ്റും. പക്ഷെ ജെൻസിന് ഒരു കാര്യത്തിലേ ഫോക്കസ് ചെയ്യാൻ പറ്റൂ എന്നുള്ളത്. പക്ഷെ അതെന്ന് പറഞ്ഞാല് ശരിക്കും ആസ് പെർ എന്താ പറയാ തിയറി അനുസരിച്ചിട്ട് മനുഷ്യന് മൾട്ടി ടാസ്കിങ് എന്ന് പറയുന്നത് സാധ്യമല്ല. അവര് മൾട്ടി ടാസ്കിങ് ചെയ്യുന്നത് ആ ഒരു കാര്യം ശീലമായി മാറുന്നത് കൊണ്ടാണ് ഒരു കാര്യത്തിൽ അവർക്ക് ചെയ്യാൻ പറ്റുന്നത്.
അത് വണ്ടി ഓടിക്കുന്നതിനനുസരിച്ച് നമുക്ക് ഫോൺ വിളിക്കാനൊക്കെ പറ്റും. പക്ഷെ വണ്ടി ഓടിക്കുന്നത് നമ്മൾ പഠിക്കുന്ന ഒരു കാര്യമാണെങ്കിൽ അതേസമയം നമുക്ക് ഫോൺ വിളിക്കാൻ പറ്റില്ല. വണ്ടി ഓടിക്കുന്ന ശീലാവുമ്പോൾ മാത്രമേ നമുക്കത് ഓടിക്കാൻ പറ്റൂ. അങ്ങനെ ശീലത്തിലേക്ക് മാറുന്ന മെമ്മറിയാണോ ഈ ഇംപ്ലിസിറ്റ് മെമ്മറി എന്ന് പറയുന്നത്? അതെ, നമ്മുടെ ഹാബിറ്റ് ആയി മാറിക്കഴിഞ്ഞില്ല അത്. പിന്നെ നമുക്ക് അതിൽ കൂടുതൽ കോൺസെൻട്രേഷൻ. നമ്മൾ ഫസ്റ്റ് ആയിട്ട് ഡ്രൈവ് ചെയ്യുമ്പോഴും ഒരു 2-3 വർഷം ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാലുള്ള എക്സ്പീരിയൻസ് ഡിഫറെന്റ് അല്ലേ. അപ്പൊ അത് നമ്മൾ അതിന് കൂടുതൽ ടൈം എടുത്ത് നമ്മുടെ കറക്റ്റ് ഞാൻ പറയുന്നുണ്ടോ, നമ്മൾ കൂടുതൽ ടൈം എടുത്തിട്ട് നമ്മൾ ഇതിന് ടൈം കൊടുക്കുന്നുണ്ട്, നമുക്ക് പഠിക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പൊ അത് പിന്നെ ഓൾറെഡി നമ്മളുടെ ഇതിൽ സ്റ്റോർ ആയി കഴിഞ്ഞു. അപ്പൊ പിന്നെ സ്റ്റോറായി കഴിഞ്ഞതുകൊണ്ടാണ് നമ്മൾ അതാണ് കൺസോളിഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഹിപ്പോ ക്യാമ്പസിന്റെ ആവശ്യമില്ല എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞില്ലേ, റിട്രൈവ് ചെയ്തെടുക്കാൻ പിന്നെ അതിന്റെ ആവശ്യമില്ല, നമ്മൾ ഓൾറെഡി സ്റ്റോർ ആയി കഴിഞ്ഞത്. അത് നമ്മളെ നിയോ കോർട്ടെക്സിലാണ് സ്റ്റോർ ആവുന്നത്. അതിലേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് ആ മെമ്മറി പോകുന്നില്ല. അതായത് ചില റെസ്പോൺസുകളോട്, അതായത് കൈ പൊള്ളും എന്ന് പറയുമ്പോൾ കൈ വലിക്കണം എന്നുള്ളത് ഒരുപക്ഷെ നമുക്ക് അതിന്റെ സ്റ്റിമുലി റെസ്പോൺസ് പോലെ അത് പിന്നെ അതിനകത്തേക്ക് ഒരു ഇതില്ല എന്നായിരിക്കുമോ ഉദ്ദേശിക്കുന്നത്? അത് റിഫ്ലെക്സ് അല്ലേ? അതെ, അത് റിഫ്ലക്ട്